जय नरसिंह श्री नरसिंह जय जय नरसिंह जय प्रहलादेश जय पद्ममुख मुख पद्मगंगावती घनास नरसिंह भगवान की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय शिला प्रभुपाद की जय गौर ब्रह्मानंदे हरि हरि बोल ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ സതി മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ कृष्ण കൃഷ്ണ प्रभु। ശാന്തകുമാരി മാതാജി, ഹരേ കൃഷ്ണ സാംസങ് മാതാജി, ഉത്തമ ഭക്തി രോഹിണി ദേവി ദാസി മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് പ്രശ്നത്തിലേക്ക് കഴിഞ്ഞ മൂന്നാമത്തെ അധ്യായം നമ്മള് കർമ്മയോഗമായിരുന്നു. ഇങ്ങനെ നമ്മൾ ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്തിട്ട് ഭഗവാനെ പ്രാപിക്കാം. മാതാജി കേൾക്കത്തില്ല? സതി മാതാജി കേൾക്കുന്ന എന്തെങ്കിലും എനിക്കാണോ? ബുദ്ധിമുട്ട്? കേൾക്കാം കേൾക്കാം. ഇപ്പൊ ഞാൻ രണ്ടാമത് കയറിയപ്പോ കേൾക്കാം പ്രഭു, കുഴപ്പമില്ല. അതല്ല, ഇങ്ങനെ നമ്മൾ ഫലേച്ഛയില്ലാതെ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്തിട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാം എന്നതിനെ പറ്റിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാം, അങ്ങനെ കർമ്മഫലത്തിന്റെ ആസക്തിയിൽ നിന്ന് രക്ഷ നേടാം. കർമ്മഫലത്തിന്റെ പ്രതിപ്രവർത്തനങ്ങളുടെ ആ കർമ്മഫലം കൊണ്ടുണ്ടാക്കുന്ന പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷ നേടാമെന്നാണ് കണ്ടത്. ഹരേകൃഷ്ണ മല്ലിക മാതാജി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ സെക്കൻഡ് കാണാറുണ്ട്, പിന്നെ മാതാജി അങ്ങ് അപ്രത്യക്ഷമായി പോകും, അനീഷായി പോകും. മാതാജി, ഇന്ന് നെറ്റിന്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ടോ? കേട്ടിട്ടില്ലെന്നോണ് പ്രഭു, കേട്ടിട്ടില്ല. ഹരേകൃഷ്ണ മല്ലിക മാതാജി കേൾക്കുന്നുണ്ടോ? കൃഷ്ണ പ്രഭു, പ്രണാം പ്രഭു. ഹരേകൃഷ്ണ സാംസങ് മാതാജി അല്ലേ? സാംസങ് മാതാജി. മാതാജി പറഞ്ഞോളൂ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം പ്രഭു, സുഖായിരിക്കുന്നു. ഇന്ന് പാമ്പിന്റെ കൂടെ ഒന്നും അല്ലല്ലോ അല്ലേ? ഓ, പാമ്പ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നതല്ലേ പ്രഭു. പ്രഭു ഒക്കെ ഗൾഫിൽ നിന്ന് വരുന്ന പോലെ പാമ്പ് ഇടയ്ക്കൊന്ന് കൃഷ്ണ വന്ന് നോക്കണ്ടേ? കൃഷ്ണ ഇവിടെ സുഖാണോ ദുഃഖമുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? മനുഷ്യരാരും വരുന്നില്ല പ്രഭു. വീഡിയോ ഒക്കെ കണ്ട് ആകെപ്പാടെ ആശങ്കയായി പോയി. കൃഷ്ണ. എന്താ പറയാ, ബലരാമൻ വന്നതാ, ബലരാമൻ. അനന്തശേഷൻ അല്ലേ? അതെ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന നല്ലത് പ്രഭു. അതെ അതെ, തീർച്ചയായിട്ടും. അവർക്ക് ശരിക്കും മറ്റേ രൂപത്തിൽ വരാൻ പറ്റില്ലല്ലോ ഭഗവാനായിട്ട്. അതെ അതെ, അപ്പൊ ഈ വേഷത്തിൽ വന്ന് നമ്മളെയൊക്കെ ഒന്ന് കൊറേ എലിയുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭഗവാന്റെ അടുത്ത്, ഈ എലീനൊക്കെ ഒന്ന് നിനക്ക് ഓടിപ്പിച്ചൂടെ? ഞാൻ വിഷം വെച്ച് കൊല്ലണേക്കാൾ എത്രയോ നല്ലതാണ്, നിനക്ക് അവരെ ഓടിപ്പിക്കാൻ പറ്റില്ലേ? ഓടിപ്പിക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ചിലപ്പോ ഭഗവാന് തോന്നിയിട്ടുണ്ടാവും, എന്നാ ഞാൻ നേരിട്ട് പോയി പിടിച്ചിട്ട് വരാന്ന്. അങ്ങനെ ആയിരിക്കാം. നമുക്ക് അങ്ങനെ അതെ. ഡിവോട്ടീസ് അങ്ങനെ തന്നെയാ കാണുന്നത്. അതായത് നമുക്ക് ഓരോ കാര്യത്തെയും നമ്മൾ ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഡിവോട്ടീസ് ഒക്കെ കാണേണ്ടത്. അങ്ങനെ തന്നെ വേണം താനും. അപ്പൊ അത് തന്നെ നല്ലൊരു പിന്നെ ചിന്താധാരയായി ആ മാറും. അതിനെ പിടിച്ചിട്ട് പുറകിലെ പറമ്പിലേക്ക് തന്നെ വിട്ടു, ദൂരേക്ക് കളയാൻ വിട്ടില്ല. അതിന്റെ ഫാമിലിക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ച് അവിടെ തന്നെ അതെ വിട്ട്. ചിലപ്പോ അതിന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ പ്രഭു ഇവിടെ. അപ്പൊ അവര് തീർച്ചയായിട്ടും. വിഷമിക്കില്ലേ ഇതിനൊറ്റയ്ക്ക് കളഞ്ഞ? ഇതും വിഷമിക്കും. എനിക്ക് തന്നെ ആ അരിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനനെ ദൂരെ കൊണ്ട് കളഞ്ഞപ്പോ എത്രമാത്രം ഞാൻ വിഷമിച്ചു എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ആ ദുഷ്ടതരം ഞാൻ ചെയ്യരുതല്ലോ. ഞാൻ വെച്ച് വേണ്ട, എന്തായാലും ഇപ്പൊ ഈ ഒരു പാമ്പിനെ ദൂരെ കൊണ്ട് കളഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ പാമ്പ് തീരില്ല. ഇഷ്ടപ്രകാരം പാമ്പുണ്ട് പ്രഭു ഇവിടെ. അപ്പൊ പിന്നെ പിന്നെ പാമ്പിനെ പിടുത്തക്കാരൻ പറഞ്ഞു, ചേരയുള്ള സ്ഥലത്ത് മൂർഖൻ ഉണ്ടാവില്ലാന്ന്. മൂർഖനും എലികളൊക്കെ പിടിച്ച് തിന്നണ കാരണം അവര് അതിനിങ്ങോട്ട് വരില്ല അത്ര. അപ്പൊ പിന്നെ ഏറ്റവും സമാധാനം അതല്ലേ. മൂർഖനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മേനെ എപ്പൊ കുത്തിന്ന് ചോദിച്ചാൽ മതി. അമ്മയുടെ തലയുടെ മേളിലാ തൂങ്ങിക്കിടക്കണ തിണ്ടുമ്മ. എന്നിട്ട് വേഗം പെടഞ്ഞു. മൂർഖനാണെങ്കി അപ്പൊ കൊത്തിയനെ. ഇത് പിന്നെ ചേരയായ കാരണം എലീനെ തുപ്പി തറയിൽ ഇട്ടിട്ട് ഓടി മേളിലോട്ട് കേറി. അങ്ങനെ ഉണ്ടായത്. അതെ അതെ. മൂർഖന്മാരൊന്നും വരാണ്ടിരിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ മൂർഖന്മാരെ പ്രണാമം. എന്താ
മൂർഖന്മാര് ആ പാമ്പിന്റെ ഇടയ്ക്കല്ല മാതാജി, മനുഷ്യരുടെ ഇടയ്ക്കാ ഉള്ളത്. അത് അത് ശരിയാ, മൂർഖികളുണ്ട്, മൂർഖന്മാരും ഉണ്ട്. ഉറപ്പായിട്ടും. അതെ അതെ, രണ്ടുപേർക്കും കൂടെ ഒറ്റ പദം ഉപയോഗിച്ചതേ ഉള്ളൂ. മൂർഖനാകാം, അതെ. മൂർഖിയാകാം. ഇതിന്റെ വിഷം എന്ന് ഹരേ പറഞ്ഞു കൃഷ്ണ, കഴിഞ്ഞാൽ ഹരേ വളരെ ദേവി നിസ്സാരാണ്. മാതാജി. ഇതിന്റെ വിഷം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരാണ്. പക്ഷെ അതെ അതെ. മറ്റവരുടെ വിഷം എന്ന് പറഞ്ഞു മറ്റേതിന്റെ കഴിഞ്ഞാൽ വിഷം. ഭയങ്കരമാണ്. അത് അതെ, അത് ചികിത്സിച്ചാലോ ഛർദിപ്പിച്ചാലോ ഒന്നും മാറത്തില്ല. അങ്ങനെ. നമ്മളെ കൊല്ലാതെ കൊല്ലും. അതെ അതെ. നമ്മളെ രാമായണത്തിലും അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ മൂർഖന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മൂർഖന്മാർ ഇങ്ങനെ പാർത്ത് നടക്കുകയാണ് നമ്മളെ കൊത്താൻ വേണ്ടിട്ട്. ഉം, അവരുടെ വിഷം ചീറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയ്ക്ക് വലിയ കൊടിയ വിഷമാണ് ഈ വിഷമൊക്കെ. സാധാരണ അതെ. ഇത് നമുക്കൊരു യോഗം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇത് കടിച്ച് ആ മരിക്കണം എന്നുള്ള ഒരു യോഗം ഉണ്ടെങ്കിൽ അത് വന്നിരിക്കും. അപ്പൊ ആ അതിന്റെ സമയമാകുമ്പോഴത്തേനും ഭഗവാൻ അതിനെ അങ്ങ് പറഞ്ഞു വിടും. സർപ്പദംശനം, സർപ്പശാപം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ സർപ്പത്തോട് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അടുത്ത് വന്നെത്തി നമ്മളുടെ ജീവൻ അത് തന്നെ എടുക്കും. ആ അല്ലാതെ ഗതിയിലൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു തരും. നമുക്ക് ആ ഏതോ മൂർഖന്മാര് നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളെ കാണിച്ചു തരും ഓരോരോ കാര്യങ്ങൾ. ഇതായിട്ട് വന്ന് ഇപ്പൊ നമുക്കൊരു അലർട്ട് വരും, ശ്രദ്ധ വരും. എവിടെയോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കൊരു ശ്രദ്ധ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. അത്രേ ഉള്ളൂ. ആ ആ അപ്പൊ നമ്മള് ഇന്ന് പഠിക്കുന്നത് അതീന്ദ്രിയ ജ്ഞാനമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ചെറിയ സമ്മറി അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ എടുത്തു. അറിയാം, അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണഗതിയിലെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ, വെറുതെ ഒരു ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോളേജ് അല്ലേ. അപ്പം നമുക്ക് നമ്മളിപ്പോ കേട്ടിട്ടുണ്ട്, ആ, അമേരിക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു നോളേജ് ആണ് അല്ലേ, അറിവാണ് അല്ലേ. അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന ഇന്ന ഭൂപ്രകൃതികളുണ്ട്, അവിടുത്തെ പ്രസിഡന്റ് ഇന്നതാണ്. പക്ഷെ അവിടെ പോയി കണ്ട് കഴിഞ്ഞിട്ട് അതിന് മനസ്സിലാക്കുന്നതിന് നോളേജും അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. അണ്ടർസ്റ്റാൻഡിങ്, അതിനെ മനസ്സിലാക്കിയ, അമേരിക്ക പോയി നമ്മൾ കണ്ട് മനസ്സിലാക്കുവാണെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ്, അമേരിക്കൻ പ്രസിഡന്റിനെ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്, അയാളെ പറ്റി, ആ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മള് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ വെറുതെ ഒരു നോളേജ് അല്ല, അതൊരു ശരിക്കും മനസ്സിലാക്കലാണ്. ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണ്? അത് ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്. ഈ ജ്ഞാനം, ഈ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നോളേജിനേക്കാളും ഉപരിയാണ്, വേറൊരു തലത്തിലാണ്. അതുകൊണ്ടാണ് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ അതീന്ദ്രിയമാണെന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും തന്നെ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുമെങ്കിലും ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ശരിക്കും അത് ഡൈവേർട്ട് ചെയ്യുന്നില്ല. അപ്പം ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ഇന്ദ്രിയങ്ങളുടെ നാഥനും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഋഷികേശൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഋഷികേശ സേവനം ഭക്തി രുചിത. ഏറ്റവും ആ, ഉപരിയായിട്ടുള്ള സേവനം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാനെ സേവ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ സേവയിൽ കൂടി ഭഗവാൻ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള നോളേജ്, അല്ലെങ്കിൽ ഭഗവാനെ പറ്റിയുള്ള നോളേജ് നമുക്ക് തരും. അപ്പോഴത്തേനും അതിനെ അണ്ടർസ്റ്റാൻഡിങ് ആയി മാറി, മനസ്സിലാക്കലായി, മനസ്സിൽ ആക്കലാന്ന്, മനസ്സിന്റെ ഉള്ളിലായി. അല്ല എങ്കിൽ എന്താ പറഞ്ഞ, നമ്മള് ഈ ചെവി കേട്ടിട്ട് ഈ ചെവി കൂടെ മറന്നു പോകും ഒരു നോളേജ്. നമുക്കിപ്പോ എത്രയോ, നമ്മളിപ്പോ ഫേസ്ബുക്കൊക്കെ നിങ്ങൾ നോക്കുന്നവരാണ്, എത്ര വീഡിയോ ഇങ്ങനെ റീൽസ് ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഇന്നലെ ഞാനിതുപോലെ തന്നെ, ഇന്നലെ ഞങ്ങളുടെ ഇവിടുത്തെ ഡ്രാമയുടെ ഗ്രാൻഡ് സെലിബ്രേഷൻ നടത്തി ഒരു സ്കൂളിൽ വെച്ചിട്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്നവർക്കൊക്കെ തന്നെ ചെറിയ പ്രസന്റുകളൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു ഭയങ്കര സെലിബ്രേഷൻ ഒക്കെ നടത്തി.
അത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കാര്യം സാധാരണഗതിയിൽ ഒരു 3-4 മണിക്കൂർ ഞാൻ ഉറങ്ങാറുള്ളൂ. അപ്പൊ ഇന്നലെ കുറെ സമയം കിട്ടി. ഞാൻ അങ്ങനെ കയറി കിടന്നപ്പോഴേ തന്നെ ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയില് ഉണർന്നിരുന്നു. രാത്രിയിൽ ഉണർന്നിരുന്ന് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് എണീറ്റ് ചാൻഡ് ചെയ്യാനായിട്ടുള്ള മൂഡില്ല. പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഞാന് എന്താ പറയുക, ഇതേപോലെ നീ തോണ്ടാൻ തുടങ്ങി. അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ റീല് കണ്ട ഇങ്ങനെ ഇങ്ങനെ കുറെ പാചകങ്ങള് വന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും പാട്ട് പാടുന്നു. ഇങ്ങനെ പലതും പലതും മാറി മാറി വന്നു. എത്ര നേരം ഇങ്ങനെ തോന്നി നോക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ എന്താണ് ഇതായിപ്പോയി, വിരസതയായി പോയി. അപ്പം എങ്ങനെയെങ്കിലും ഉറക്കം വരാൻ വേണ്ടിയിട്ട് പിന്നെ കിടന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള നോളേജ് എന്ന് പറഞ്ഞാൽ അപ്പോഴൊക്കെ അപ്പൊ തന്നെ ഈ ചെറിയ ചെറിയ നോളേജുകൾ, വളരെ ചെറിയ ചെറിയ അറിവുകൾ, വിവരങ്ങളൊക്കെ എത്രയോ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. നമുക്ക് ഒരുപാട് ടിപ്സ് ഉണ്ടായിരുന്നു. അതായത് ജലദോഷം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണ്. എന്നോട് ഇപ്പൊ ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. ഇന്നലെ ഞാൻ കുറെ എണ്ണം കണ്ടു. നല്ലൊരു അറിവായിരുന്നു. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ല, മറ്റു പലർക്കും ഉപകാരപ്പെടും. നമുക്ക് കാര്യം പ്രത്യേകിച്ചൊന്നും കടയിൽ പോയി ഒന്നും മേടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളിലെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യം. പിന്നെ വളരെ ഈസി ആയിട്ടുള്ള കുറെ ടെക്നിക്സുകൾ, പിന്നെ ഒരു പടം വരയ്ക്കാനായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള മാർഗങ്ങൾ, അങ്ങനെ പല പല മേഖലകളിൽ കൂടെ ഞാൻ ഇന്നലെ എനിക്കൊന്ന് 1/2-3 മണിക്കൂറോളം ഞാനിത് ആ, ഇതിങ്ങനെ ഈ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പോയി. അതിലൊരു ഒറ്റ ഒരെണ്ണം എനിക്കിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാര്യം അത് ഒരു വെറും ഒരു അറിവായിരുന്നു. അത് ശരിക്കും മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ, ഇത് മനസ്സിലാക്കിയില്ല എന്ന് തന്നെ വേണം പറയാൻ. മനസ്സിലാക്കി ഇരിക്കുവായിരുന്നുണ്ടെങ്കിൽ എനിക്കതിപ്പോ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു അറിവായി പോയി. ആ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കാത്തതാണ്. അതായത് ഇന്ദ്രിയങ്ങളിലോ മനസ്സിലോ, ആറാമത്തെ ഇന്ദ്രിയ മനസ്സിലോ അത് തങ്ങി നിന്നിട്ടില്ല. അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാനെ പറ്റിയുള്ള വിവരങ്ങൾ ആ ഒരു തലത്തിലാണ്. നമുക്കിപ്പോ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്തി ഇല്ല എന്നുള്ളത് നമ്മൾ പലതവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ദ്രിയങ്ങളുടെ പ്രാപ്തി കുറവ്? ഇന്ദ്രിയങ്ങള് നമുക്കിപ്പോ ഇങ്ങനെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദം ആ കേൾക്കുന്ന കാര്യങ്ങള് സത്യമാണോ അല്ല എന്ന് നമുക്ക് അറിയാനായിട്ട് സാധ്യമല്ല. കാര്യം ഒരാൾ നിലവിളിക്കുകയാണ്, ആ നിലവിളി ശബ്ദം കേട്ട് കഴിഞ്ഞു. കാര്യം നമ്മളുടെ വീടിന്റെ മതിലിന്റെ അപ്പുറത്തായിരിക്കാം. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അത് ശരിയായിട്ട് അദ്ദേഹം നിലവിളിച്ചതാണോ, അതോ ഒരു ടിവിയിൽ നിന്ന് കേട്ട സൗണ്ട് ആണോ, അതോ ഒരു ഡ്രാമ പ്രാക്ടീസ് ചെയ്യുന്നതാണോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളാകാം അവിടെ നടന്നിരിക്കുന്നത്. എന്താണ് നമുക്കറിയില്ല. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങള് അത്രയ്ക്ക് ലിമിറ്റഡ് ആണ്. നമുക്ക് തൊട്ട് മതിലിനപ്പുറത്തുള്ള അല്ലെങ്കിൽ ഒരു മുറിക്ക് അപ്പുറത്തുള്ള കാര്യം പോലും അറിയാനായിട്ട് പ്രാപ്തരല്ല നമ്മളുടെ ഇന്ദ്രിയങ്ങൾ. നമുക്ക് അറിയാം, പക്ഷെ അത് അണ്ടർസ്റ്റാൻഡിങ് ആകില്ല. നമ്മൾ കേട്ടു, ഒരു നോളേജ് ആണ്, അവിടെ എന്തോ ഒരു അത്യാഹിതം നടന്നതാവാം. നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മടയത്തരായി പോകും. ചിലപ്പോൾ അത്യാഹിതമായിരിക്കില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിമിതികളുണ്ട് ഒരുപാട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം തന്നെ സത്യമാകണമെന്നില്ല. അതുപോലെ തന്നെ കണ്ണ് തുറന്നിരുന്നാൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ കാണാതിരിക്കും. നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് മനസ്സ് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട് കണ്ണിന്റെ മുൻപിൽ കൂടെ പലരും കടന്നുപോയി. ഞാൻ അതായത് ചിലപ്പോ ചില അമ്മമാരൊക്കെ ഇങ്ങനെ ഇരിക്കും, കണ്ണ് തുറന്നിരിക്കും, പക്ഷെ കള്ളൻ അതുവഴി ഇങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ഇവരറിയില്ല അല്ലെ? എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം തുറന്നിരുന്നു കഴിഞ്ഞാലും അവർ പ്രവർത്തിക്കണമെന്നൊന്നും യാതൊരു ഇതുമില്ല. അപ്പൊ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിലുള്ള ഇതിന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം തന്നെ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഈ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരു നോളേജ് അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ആ മനസ്സിലാക്കൽ സാധിക്കും? ഇതിനേക്കാളൊക്കെ ഉപരിയാണ് ഭഗവാനെ പറ്റിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ, ചുറ്റോട് ചുറ്റും കാണുന്ന കാര്യങ്ങൾക്ക് എല്ലാം മിഥ്യയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിഥ്യാലോകമാണിത്, അല്ലെങ്കിൽ മായാലോകമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം ഈ മിഥ്യയല്ലാത്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം. ആ സത്യം എന്ന് പറഞ്ഞ പരമസത്യം, പരമദിവ്യോത്തമ പുരുഷൻ. ആ പരമസത്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ സത്യമായിട്ടുള്ളൂ ലോകത്തിൽ. ബാക്കിയെല്ലാം തന്നെ മിഥ്യയാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, ഈ കാണുന്നതൊക്കെയോ എന്ന് ചോദിച്ചു. ആ കാണുന്നതൊന്നും യഥാർത്ഥമല്ല. അപ്പം ബാക്കിയുള്ള നമ്മൾ എന്തൊക്കെ ആർജിച്ചു കഴിഞ്ഞാലും അതൊന്നും നമ്മളുടെ കൂടെ പോരുന്നില്ല. നമ്മൾ ഭഗവാനെ പറ്റി മനസ്സിലാക്കുന്ന, ഭഗവാനെ പറ്റിയുള്ള അറിവും
ഇത് മാത്രമേ ഉള്ളൂ നമ്മളുടെ കൂടെ എന്നെന്നും കൂടെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം തന്നെ മിഥ്യയാണ്, അത് അയഥാർത്ഥമാണ്. അതുകൊണ്ടൊന്നും നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വളരെ താൽക്കാലികമായിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്തിടത്തോളം കാലം അതൊക്കെ തന്നെ എന്താണ് അയഥാർത്ഥമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒന്നും പ്രയോജനപ്പെടുന്നുമല്ല, എന്നേക്കും പ്രയോജനപ്പെടുന്ന ഒരു സംഭവവുമല്ല. അല്ലെ, നമ്മളെ ഈ ശീതവും ഉഷ്ണവും ഒക്കെ മാറി മാറി വരുന്നത് പോലെ എല്ലാം ഇത് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അറിയാം, കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കാലം എന്ന് പറയുന്ന സംഭവം ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അല്ലെ, നമ്മളൊരു കുറച്ച് 2-3 വർഷം മുൻപേ ഉണ്ടായിരുന്ന സ്ഥിതിയാണോ ഇപ്പൊ എനിക്ക് ജോലിയുണ്ട് അടുത്ത ദിവസം എന്താണെന്ന് നമുക്ക് അറിയില്ല, അല്ലെ? അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, നാളെ ഞാൻ നാട്ടിലാണോ ഇല്ലയോ എന്ന് അതും നമുക്ക് അറിയില്ല, അല്ലെ? ഇന്ന് നിങ്ങൾ എന്നെ കണ്ടു, നാളെ നിങ്ങൾ എന്നെ കാണുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. കാര്യം നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കോ നമ്മളുടെ ബുദ്ധിക്കോ മനസ്സിനോ ഒന്നും അറിയാൻ പറ്റാത്ത കാര്യമാണ്, അല്ലെ? നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. അപ്പം പരമസത്യം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ആ പരമസത്യം വേദങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിലും ആ പരമസത്യം ആരാണെന്ന് പേരെടുത്ത് മാത്രം പറഞ്ഞിട്ടില്ല. പേര് ഇന്ന ആളാണ് ആ പരമസത്യം എന്ന് പറഞ്ഞിട്ടില്ല. പരമസത്യത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കൊട്ടിഘോഷിച്ചിട്ടുണ്ട് പല വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ. ആരാണ് എന്ന് അദ്ദേഹത്തിന്റെ പേര് മാത്രം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയ ആ പരമസത്യം ആരാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് നമ്മൾ മനസ്സിലാക്കിയ സത്യം ഭാഗവതത്തിൽ കൂടെ മനസ്സിലാക്കി. സത്യം സത്യം എന്താണ് സത്യം പരം ധീമഹീന ജന്മാദിയസ്യ എന്ന് പറഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമേ സത്യമായിട്ടുള്ളൂ, ആ പരമസത്യം. പിന്നെ എന്താണ് സത്യം സത്യം പുനഃസത്യം തൃത്യഭുജം ഉച്ചതേ വേദാശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത് പരം. വേദങ്ങളും ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും എല്ലാം പറയുന്നു കേശവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇത് തന്നെയാണ് പരമസത്യവും. സത്യം സത്യം പുനഃസത്യം തൃത്യഭുജം ഉച്ചതേ വേദാശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത് പരം. അപ്പം ആ ഒരു പരമസത്യത്തെ പറ്റിയുള്ള നോളേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ലെവലിൽ നിൽക്കുന്ന നോളേജ് അല്ല, അറിവല്ല, വെറും സാധാരണപ്പെട്ട നമ്മളിപ്പം കണ്ട എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ പോലത്തെ ഒരു നോളേജ് അല്ല അത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തലത്തിലേക്കാളും ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു നോളേജ്, ഈ ഈ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കേണ്ടതും ആ ഒരു ലെവലിലാണ്. ഇനി തൊട്ട് നമ്മൾ എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തലത്തിന് മുകളിൽ നിന്നുകൊണ്ട് വേണം ഓരോ കാര്യത്തെയും നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും. അതെങ്ങനെ എനിക്ക് ആ ഇന്ദ്രിയങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റും? ഞാൻ ലിമിറ്റഡ് അല്ലേ? ഞാൻ വെറും ഒരു സാധാരണ വ്യക്തിയല്ലേ? ഞാൻ MA PhD ഒന്നും എടുത്തിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ഇതെങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ ചിലര് ചോദിച്ചേക്കാം. ഞാൻ ഈ വേദങ്ങളോ ശാസ്ത്രങ്ങളോ സ്കൂളിൽ പോയിട്ടില്ല. ഇതൊന്നുമല്ല, സ്കൂളിൽ പോകുന്ന നോളേജ് ഒന്നുമല്ല എന്താ ഈ ഭഗവാനെ പറ്റി അറിയാനായിട്ടുള്ള ബുദ്ധിയും നിലവാരവും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ദ്രിയങ്ങളുടെ ലെവലിലുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രവണം കീർത്തനം ഈ 2 കാര്യം മാത്രം ചെയ്തിരുന്നാൽ തന്നെ നമ്മൾക്ക് എന്താണ് പറയുന്നത്, ഈ ഒരു ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ലെവലിലുള്ള അതിനേക്കാൾ ഉപരിയായിട്ടുള്ള നോളേജിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം നമ്മള് എല്ലാ ഗുരുക്കന്മാരുടെയും എല്ലാ വൈഷ്ണവരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും കൃപയുണ്ടാകട്ടെ. ഭഗവാനെ പറ്റിയുള്ള ഈ നോളേജ് പറഞ്ഞു തരാനായിട്ട് എന്റെ ഇന്ദ്രിയങ്ങൾക്കോ എന്റെ നാവിനോ ഒന്നും തന്നെ യാതൊരു പ്രാപ്തിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കൃപയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഭഗവാനായിട്ട് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സുപാന്തികം. സന്ദേഹം ശ്രീഗുരോർ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സകർണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകർണ ലളിത ശ്രീ വിശാഖാനുതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയാകാന്ത രാധാകാന്ത നമോസ്തുതേ.
തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ മൂകം കരോതി വാചാലം പങ്കൽ ലങ്കായതേ ഗിരി യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യ ഈശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമചാര്യായ പദാന്യതായ കൃപാപ്രദായനെ ഗൗരഗദാ ദാമോദായ നഗരഗ്രാമതാരിണേ നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പം എൻ്റെ എല്ലാ ശിക്ഷാ ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ പരമപൂജ്യ AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാതനെയും അതുപോലെ തന്നെ നമ്മളുടെ ജയപതാക സ്വാമി ഗുരു മഹാരാജിന്റെയും എല്ലാ വൈഷ്ണവരുടെയും എല്ലാവരുടെയും കൃപ കൊണ്ട് നമുക്ക് ഈ അധ്യായം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് പറയാൻ സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒന്നാമത്തെ ശ്ലോകം നമുക്ക് തുടങ്ങാം. അതീന്ദ്രിയ ജ്ഞാനം, അധ്യായം 4, അതീന്ദ്രിയ ജ്ഞാനം. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിഷ്വാഗവേ ബ്രവീത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിഷ്വാഗവേ ബ്രവീത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിഷ്വാഗവേ ബ്രവീത്. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. ഹരേ കൃഷ്ണ. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷാഹുവേ അബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, അഹം ഞാൻ, അവ്യയം ശാശ്വതമായ, ഇമം യോഗം ഈ യോഗത്തെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ, വിവസ്വതി വിവസ്വാൻ അല്ലെങ്കിൽ സൂര്യദേവന്, പ്രോക്തവാൻ ഉപദേശിച്ചു, വിവസ്വാൻ സൂര്യൻ, മനവേ മനുഷ്യ കുലപിതാവായ മനുവിന്, പ്രാഹ പറഞ്ഞുകൊടുത്തു, മനു വിശ്വാകവേ ഇശ്വാകുവിന്, അബ്രവീത് പറഞ്ഞു അല്ലെങ്കിൽ ഉപദേശിച്ചു. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് യേശു ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുവംശ പിതാവായ മനുവിനും മനു വിശ്വാകനും ഉപദേശിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം വളരെ ചെറുതാണ്, പക്ഷെ അതിന്റെ ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ കുറെ പേജുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരൊറ്റ ശ്ലോകം വെച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാധാരണപ്പെട്ട ഒരാൾ, എന്നെ പോലെ ഒരാളല്ല പറഞ്ഞത്, സാക്ഷാൽ ഭഗവാനാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ
ഈ യോഗത്തെ ഈ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. ഈ ജ്ഞാനം നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ആ ജ്ഞാനം, ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞ ജ്ഞാനം അല്ലെങ്കിൽ ആ അറിവ് ഞാനിത് ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? ഞാൻ പണ്ട് ഒരുപാട് നാള് മുൻപേ ഞാന് സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. അന്നത്തെ സൂര്യദേവന്റെ പേര് വിവസ്വാൻ എന്നായിരുന്നു. അപ്പം നമുക്കറിയാം ഇങ്ങനെ ഇവരൊക്കെ ഡെമിഗോഡ്സ് ഒക്കെ ആദിത്യന്മാരൊക്കെ ഓരോ പോസ്റ്റ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അവരൊക്കെ മാറി മാറി വരും അല്ലെ. ഓരോ ബ്രഹ്മദേവന്റെ കാലഘട്ടം വരുമ്പോഴത്തേനും ഇവരുടെയൊക്കെ പോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ആ സമയത്ത് സൂര്യദേവന്റെ പേര് വിവസ്വാൻ എന്നായിരുന്നു. ഭഗവാൻ ഇത് ഉപദേശിച്ചു കൊടുത്ത സമയത്ത് സൂര്യദേവന്റെ പര്യായപദമായിട്ട് വിവസ്വാൻ എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഓം ഭുർഭുവസ്വഹ തത് സവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതിനകത്തൊക്കെ സൂര്യന്റെ പര്യായപദങ്ങളാണ് കാണുന്നത്. ഇതുപോലെ വിവസ്വാൻ എന്നും നമ്മൾ രാമായണത്തിലെ ആദിത്യ ഹൃദയം എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കാണുന്നു വിവസ്വാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വിവസ്വാന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ വിവസ്വാൻ മനുഷ്യ വംശപിതാവായ മനുവിന് പറഞ്ഞു കൊടുത്തത്. അപ്പം വിവസ്വാൻ എന്ത് ചെയ്തു? അപ്പം ആ പരമ്പര ഇപ്പൊ എവിടെ നിന്ന് വന്നാണ് നമ്മൾ പരമ്പരയെ പറ്റി ഒരുപാട് കണ്ടല്ലേ. പരമ്പര എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ ഹൃദയം കൈമാറുന്ന ഒരു സിസ്റ്റമാണ്. ഹൃദയത്തിൽ നിന്ന് അറിവ് ഇങ്ങനെ മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയയാണ് പരമ്പര എന്ന് പറയുന്നത്. അല്ലെ നമ്മള് സാധാരണ രീതിയിൽ പരമ്പര എന്താണ്? സീരിയലിനെയാണ് പറയുന്നത് അല്ലേ. ഒരാഴ്ചയുടെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ സീരിയൽ കണ്ടുപോകുമ്പോൾ അതിനെയാണ് നമ്മൾ പരമ്പര എന്നുള്ള രീതിയിൽ നമ്മൾ ദൂരദർശനിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് അങ്ങനത്തെ ഒരു പരമ്പരയല്ലത്. ഇതെങ്ങനെയാണ്? ഇപ്പോഴത്തെ പോലത്തെ ടേപ്പ് റെക്കോർഡറോ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയോ വീഡിയോ എടുത്തിട്ടാണോ ഇതിങ്ങനെ ചെയ്യപ്പെട്ട? അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് കൈമാറിയതാണ്. അവരൊന്നും നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കുറിച്ചു വെച്ചിട്ടല്ല ഈ നോളേജ് കൈമാറ്റം ചെയ്തത് അല്ലേ. അങ്ങനെ ഹൃദയം കൊണ്ട് കൈമാറി അറിവുകൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു മാറ്റവുമില്ല. ഇത് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള അതേ ജ്ഞാനം തന്നെ അതേപടിയാണ് മറ്റേയാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. അതിനൊരു ശോഷണവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വിവസ്വാൻ മനുവിന് കൊടുത്തു. മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ശ്രീരാമേന്ദ്രൻ ഏത് വംശത്തിൽ പിറന്ന ആളാണ്? രഘുവംശം അല്ലെ. രഘുവംശത്തിലെ ഒരു രാജാവാണ് ഇക്ഷ്വാകു വംശം എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. രഘുവംശത്തിൽ ആണ് ഇക്ഷ്വാകു ഉള്ളത്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് എവിടെയാണ്? ഏത് വംശത്തിലാണ്? ചന്ദ്രവംശത്തിൽ. ചന്ദ്രവംശം. മറ്റേത് സൂര്യവംശം. രഘുവംശം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വംശമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന്റെ വംശമാണ് അല്ലെ. ശ്രീകൃഷ്ണ ഭഗവാൻ ചന്ദ്രന്റെ വംശമാണ്. അപ്പൊ ആദ്യ സൂര്യവംശത്തിലാണ് ഭഗവാൻ അത് പറഞ്ഞു കൊടുത്തത് അല്ലെ. കാര്യം ഭഗവാൻ അറിയാം ചന്ദ്രവംശത്തിൽ ഭഗവാൻ വീണ്ടും അവതരിക്കാൻ പോവുകയാണെന്ന് ഭഗവാൻ അറിയാം. അപ്പൊ അത് വീണ്ടും അർജുനനായിട്ട് ഉപദേശിക്കാൻ പോകുകയാണെന്നുള്ള കാര്യം ഭഗവാൻ അറിയാം. അപ്പോ ഈ ജ്ഞാനം ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്താണ് പരമ്പര? നമ്മള് 4 സമ്പ്രദായത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. 4 സമ്പ്രദായങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് 4 സമ്പ്രദായങ്ങള്? കുമാര സമ്പ്രദായം, ലക്ഷ്മി സമ്പ്രദായം, പിന്നെ മധ്വാചാര്യ സമ്പ്രദായം, കുമാര സമ്പ്രദായം, ബ്രഹ്മ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം. അങ്ങനെയാണ് അതിന്റെ ഓർഡറിൽ അല്ലെ. ഇപ്പൊ ബ്രഹ്മ സമ്പ്രദായം, അപ്പൊ ഭഗവാനിൽ നിന്ന് ആ നോളേജ് ബ്രഹ്മദേവന് കിട്ടി. ബ്രഹ്മദേവനിൽ നിന്ന് നാരദമുനിയിൽ നിന്ന് വ്യാസദേവന് കിട്ടി. അങ്ങനെ സുഖദേവ ഗോസ്വാമി, സൂത ഗോസ്വാമി അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ അടുത്തത് രുദ്ര സമ്പ്രദായം. ഭഗവാനിൽ നിന്ന് ഈ നോളേജ് രുദ്രന് കിട്ടി. എന്നിട്ട് രുദ്രനിൽ നിന്ന് ആർക്ക് വന്നു? ഇങ്ങനെ കലിയുഗത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന് കലിയുഗത്തിൽ അത് വിഷ്ണു സ്വാമികൾക്കാണ് കിട്ടിയത്. ആ വിഷ്ണു സ്വാമികളുടെ ശിഷ്യന്മാരാണ് ഇപ്പൊ രുദ്ര സമ്പ്രദായം തുടർന്ന് കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രഹ്മസമ്പ്രദായം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മധ്വാചാര്യരുടെ പരമ്പരകളാണ് അല്ലെ. അപ്പൊ അതിനെ ഒരു കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. മധ്വാചാര്യർ കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു വന്നുകൊണ്ട് നമ്മൾ എന്താണ് ബ്രഹ്മ മധ്വ ഗൗഡിയ സമ്പ്രദായത്തിലാണ് ഇസ്കോൺ ഫോളോ ചെയ്യുന്നവർ പോകുന്നത്. ബ്രഹ്മ സമ്പ്രദായം തന്നെ അതിനകത്ത് നമ്മൾ എന്താണ് മധ്വ ഗൗരംഗന്റെ സമ്പ്രദായം ആയതുകൊണ്ട് ഗൗഡിയായിട്ട്
ആണ് നമ്മൾ പോകുന്നത്. ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായം. അതുപോലെ തന്നെ രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം. ശ്രീ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ശ്രീ ആരാണ്? ലക്ഷ്മി ദേവി. അപ്പൊ അങ്ങനെ ഭഗവാനിൽ നിന്ന് ആ നോളേജ് കിട്ടിയത് ലക്ഷ്മി ദേവിക്ക്. അത് കഴിഞ്ഞ് ലക്ഷ്മി ദേവിയുടെ അടുക്കൽ നിന്ന് ഇങ്ങനെ പോന്ന് നോളേജ് വന്ന് ആർക്കാണ് എത്തിയത്? കലിയുഗത്തിലെ ശ്രീരംഗമാണ് ശ്രീരംഗത്തുള്ള ഇപ്പോഴും എന്താണ് ഭൗതിക ശരീരം അതേപടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാമാനുജാചാര്യര്. അപ്പൊ ശ്രീ രാമാനുജാചാര്യര് മുഖാന്തരമാണ് അങ്ങനെ അവർക്കുള്ള കുറിയൊക്കെ ഇങ്ങനെ ഇടുന്ന കണ്ടില്ലേ? ലക്ഷ്മി ദേവി ആയതുകൊണ്ട് ഒരു പൊട്ടൊക്കെ വേണം നടക്കല്ലേ, ഒരു കുങ്കുമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ കുറി ഇങ്ങനെ അകന്നാണ് ഇരിക്കുന്നത്. അപ്പം അവരെല്ലാരും എന്താണ് ഭഗവാനിൽ നിന്ന് കിട്ടിയ നോളേജാണ്. പക്ഷെ അവർക്കൊക്കെ ഒരു ഭഗവാനിൽ നിന്ന് ആദ്യം കിട്ടിയ ആളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ കലിയുഗത്തിലെ ആചാര്യനുണ്ട്. ഈ രണ്ടും വെച്ചിട്ടാണ് അവർ കണക്ട് ചെയ്യുന്ന പരമ്പരയിലേക്ക് അല്ലെ. ലക്ഷ്മി ദേവി അതുപോലെ തന്നെ രാമാനുജാചാര്യർ. അപ്പൊ ഈ ശിഷ്യന്മാരെ ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. അടുത്തത് ഉള്ളത് കുമാര സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സനൽകുമാര സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അങ്ങനെ 4 കുമാരന്മാരെ ആയിട്ട് ഭഗവാനിൽ നിന്ന് കിട്ടിയ അറിവ് പകർന്നു കൊടുത്ത് അത് നിംബർക്ക് ആചാര്യരാണ് കലിയുഗത്തില്. നിംബർക്ക് ആചാര്യരിൽ നിന്ന് അങ്ങനെ നിംബർക്ക് സമ്പ്രദായം എന്നും ഈ കുമാര സമ്പ്രദായത്തെ അറിയപ്പെടുന്നു. കാര്യം നിംബർക്ക് ആചാര്യരാണ്. നിംബർക്ക് ആചാര്യരുണ്ട്, വല്ലഭാചാര്യരുണ്ട്, പുഷ്ടി, അങ്ങനെയൊക്കെ അതിന്റെ ഉപവിഭാഗങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ എന്താ വേറൊരു പേരുമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ. മിനിറ്റ്. അപ്പൊ ശങ്കരാചാര്യ സമ്പ്രദായം ഏതില് വരും പ്രഭു? ശങ്കരാചാര്യ സമ്പ്രദായം ഇതിലൊന്നും പെടുന്നതല്ല മതാജി. അത് സമ്പ്രദായത്തിൽ നാരായണം പെടില്ലേ? ഇങ്ങനെയാണ്: നാരായണം പത്മഭൂം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്ര മദാസ്യ ശിഷ്യം ശ്രീ ശങ്കരാചാര്യ മദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യ തം തോടകം വർത്തിക കാര്യമന്യ നസ്മത് ഗുരും സന്തതമാനതോസ്മി. ഇത് വേറൊരു പരമ്പരയാണ്. അത് ശൈവമായിട്ട് വരുന്നതാണ്. ഞാൻ ഈ പരമ്പര ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 8 മിനിറ്റ്. ഞാൻ ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അയച്ചു കൊടുത്താണ്. അപ്പൊ അതിന്റെ വാട്സപ്പിൽ നിന്ന് എനിക്ക് കിട്ടുമായിരിക്കും മിക്കവാറും. അപ്പം ഈ നമ്മുടെ ബ്രഹ്മസമ്പ്രദായത്തിലെ ബ്രഹ്മാവ്, നാരദമുനി, വ്യാസദേവൻ, മധ്വാചാര്യര്, പത്മനാഭ തീർത്ഥര്, നൃഹരി തീർത്ഥര്, മാധവ തീർത്ഥർ, അക്ഷോഭ്യ തീർത്ഥർ, ജയതീർത്ഥൻ, ജ്ഞാനസിന്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്ര തീർത്ഥൻ, ജയധർമ്മ, പുരുഷോത്തമ തീർത്ഥൻ, ബ്രഹ്മണ്യ തീർത്ഥൻ, വ്യാസതീർത്ഥൻ, ലക്ഷ്മീപതി തീർത്ഥൻ, മാധവേന്ദ്രപുരി, ഈശ്വരപുരി. ആരാണ് ഈശ്വരപുരി? ആർക്കാ പറയാൻ പറ്റുന്നത്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു. പിന്നെ അടുത്തത് ശ്രീ ചൈതന്യ മഹാപ്രഭു. 22ാമത്തെ ആള് രൂപ ഗോസ്വാമി. അതുപോലെ ഷഡ് ഗോസ്വാമിമാരാണ് 22ാമത്തേത്. 23 രഘുനാഥദാസ ഗോസ്വാമി. 24 കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി. 25 നരോത്തമദാസ ഠാക്കൂറ. 26 വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ. 27 ബലദേവ വിദ്യാഭൂഷൺ. 28 ജഗന്നാഥ് ദാസ് ബാബാജി. 29 ഭക്തി വിനോദ് ഠാക്കൂർ. 30 ഗൗരകിഷോർ ദാസ് ബാബാജി. 31 ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. 32 AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. അങ്ങനെയാണ് ബ്രഹ്മസമ്പ്രദായത്തിലെ ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായം ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അടുത്തത് ശ്രീ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമൻ നാരായണൻ, മഹാലക്ഷ്മി, വിശ്വക്സേനൻ ഭഗവാന്റെ സേനാപതി. പിന്നെയുള്ളത് നമ്മാഴ്വാർമാരുണ്ട്. ആചാര്യ പരമ്പര പോകുന്നത് ഇങ്ങനെ പോരുന്നത് നാഥമുനികൾ, അതുപോലെ പുണ്ടരീകാക്ഷൻ, രാമമിശ്രൻ, യമുനാചാര്യൻ, പെരിയ നമ്പി, രാമാനുജാചാര്യൻ 10ാമത്തെ ആള്. അതിനുശേഷമുള്ള ആചാര്യന്മാര് 2 ശാഖകളായിട്ട് വടകലൈ, തെൻകലൈ എന്ന് പറഞ്ഞ് പിരിഞ്ഞു രാമാനുജാചാര്യ ശിഷ്യന്മാര്. അപ്പം വേദാന്ത ദേശികർ എന്ന് പറയുന്ന വടകലൈ സമ്പ്രദായത്തിന്റെ പ്രധാനിയാണ് വേദാന്ത ദേശികൻ എന്ന് പറയുന്ന ആള്. പിന്നെ മണവാള മാമനികൾ തെൻകലൈ സമ്പ്രദായത്തിന്റെ പ്രതിനിധിയാണ്. അതൊക്കെ കൂടുതലും തമിഴ് ആയിട്ട് ബന്ധപ്പെട്ട തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഈ സമ്പ്രദായത്തില്. പക്ഷെ വിദേശത്തൊക്കെ ഒരുപാടുണ്ട് ഈ സമ്പ്രദായം. നമുക്ക് കാണാം ഈ ശ്രീ രാധേ രാധേ ആ പാട്ടൊക്കെ പാടുന്ന മാതാജി ഉണ്ട്, വിദേശത്തുള്ള മാതാജി. അവരൊക്കെ ഈ ശ്രീ സമ്പ്രദായം ഫോളോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കൊറിയൊക്കെ ഇങ്ങനെ തൊട്ടിരുന്ന അടുക്കൊരു പൊട്ടു
ഒക്കെ ആയിട്ട്. അടുത്തത് അടുത്തത് ഏതാണ്? നമ്മള് നിംബർക്ക സമ്പ്രദായത്തിലെയാണ് നമ്മൾ നോക്കുന്നത്. അത് ഭഗവാനിൽ നിന്ന് നേരിട്ട് ആരംഭിക്കുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ ശ്രീ ഹംസ ഭഗവാൻ, അതായത് വിഷ്ണു തന്നെ ഭഗവാൻ ഹംസാവതാരത്തിൽ അവതരിച്ചു. ആ ഹംസത്തിൽ നിന്ന് 4 കുമാരന്മാരെ, സനക, സനന്ദ, സനാതന, സനത് കുമാര. പിന്നെ അടുത്ത് നാരദമുനി, 4 കുമാരിൽ നിന്നും നാരദമുനി വിദ്യ സ്വീകരിച്ചു. ഇനി അടുത്തത് സിദ്ധാന്ത പ്രയോക്താവ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പിന്നെ വന്നത് നിംബർക്ക ആചാര്യരാണ്. ഈ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യനാണ്. ഇദ്ദേഹത്തെ ഭഗവാൻ സുദർശന ചക്രത്തിന്റെ അവതാരമായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ മൂന്നാമത്തേത് നിംബർക്ക ആചാര്യർക്ക് ശേഷം വന്നവരാണ് ശ്രീ ശ്രീനിവാസാചാര്യർ, ശ്രീ വിശ്വാചാര്യർ, ശ്രീ പുരുഷോത്തമാചാര്യർ, ശ്രീ വിലാസാചാര്യർ, ശ്രീ സ്വരൂപ ആചാര്യർ, ശ്രീ മാധവാചാര്യർ, ശ്രീ ബലഭദ്രാചാര്യർ, ശ്രീ പത്മനാഭാചാര്യർ, ശ്രീ ശ്യാമാചാര്യർ, ശ്രീ ഗോപാലാചാര്യർ, ശ്രീ കൃപാചാര്യർ. അങ്ങനെ 48ഓളം പ്രമുഖ ആചാര്യന്മാരുടെ നിര ഈ സമ്പ്രദായത്തിലുണ്ട്. ഇനി അടുത്തത് രുദ്രസമ്പ്രദായം. രുദ്രസമ്പ്രദായമാണ് വിഷ്ണു സ്വാമിയാണ് കലിയുഗത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹം പിന്നീട് വല്ലഭാചാര്യരിലൂടെ അത് പുഷ്ടിയായിട്ട് വളർന്നു. പുഷ്ടി സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പം ഇവിടെയൊക്കെ നോർത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പുഷ്ടി സമ്പ്രദായത്തിന്റെ ആൾക്കാരാന്ന് പറയും. അതായത് ഈ രുദ്ര സമ്പ്രദായം തന്നെ വല്ലഭാചാര്യർ ഏറ്റെടുത്തിട്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് വല്ലഭാചാര്യർ. അദ്ദേഹം അത് പുഷ്ടി സമ്പ്രദായത്തിൽ കൂടെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോയി. അപ്പൊ അതിലെ ദൈവിക പരമ്പര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനിൽ നിന്ന് ഭഗവാൻ ശിവൻ, രുദ്രൻ, അതിന് നാരദമുനി, പിന്നീട് ആചാര്യ പരമ്പര, പിന്നെ കാലാന്തരത്തിൽ അത് വിഷ്ണു സ്വാമിയുടെ അടുക്കലെത്തി. അങ്ങനെ ജ്ഞാനദേവൻ, നാമദേവൻ, ത്രിലോചനൻ, പിന്നെ വല്ലഭാചാര്യർക്ക് മുൻപ് വന്ന പല ഗുരുകുല ആചാര്യന്മാർ ഈ പരമ്പരയിലുണ്ട്. അങ്ങനെ വല്ലഭ സമ്പ്രദായം അല്ലെങ്കിൽ പുഷ്ടിമാർഗം വിഷ്ണു സ്വാമിയുടെ പരമ്പരയിൽ നിന്ന് ഏറ്റവും പ്രശസ്തനായ ആചാര്യനാണ് വല്ലഭാചാര്യർ. ശ്രീ വല്ലഭാചാര്യർ, വിഠൽനാഥ്, അതാണ് 10ാമത്തെ ആൾ. രുദ്ര സമ്പ്രദായത്തിലെ വല്ലഭ സമ്പ്രദായം പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധ അദ്വൈതം എന്ന സിദ്ധാന്തമാണ്. മായയുടെ കലർപ്പില്ലാത്ത അദ്വൈതം എന്നാണ് ഇതിന്റെ അർത്ഥം. ശുദ്ധ അദ്വൈതമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അദ്വൈതം തന്നെ മായ കലർന്നിട്ടില്ലാത്ത, മായാവാദ സിദ്ധാന്തം കലരാത്ത ആ ഒരു സിദ്ധാന്തമാണ്. നമ്മൾ അതല്ല ടോപ്പിക്ക്. അതല്ലേ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം പ്രഭു? ശങ്കരാചാര്യ അദ്വൈതത്തെ ഒന്നുകൂടെ കൂടി ശുദ്ധ അദ്വൈതമായി മാറും. ശങ്കരാചാര്യരുടെ അദ്വൈതം തന്നെ ശുദ്ധ അദ്വൈതമായിട്ട് മാറും. ഇതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പരമ്പരകള്, അത് ഹൃദയം കൊണ്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന നോളേജ്, ഭഗവാൻ ഇത് എന്താണ് ആദ്യ വിവസ്വാൻ ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് തന്നെ മനുഷ്യ വംശപിതാവായ മനുവിന്, അതുപോലെ തന്നെ മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു കൊടുത്തു. പിന്നെ എന്തുകൊണ്ട് ഇത് മുന്നോട്ട് ഇങ്ങനെ പോയില്ല എന്നൊക്കെയുള്ള അടുത്ത ശ്ലോകത്തിൽ കാണും. ഇതിന്റെ വിവർത്തനം ഒരുപാടുണ്ട്. അതിനകത്ത് കുറെ കാൽക്കുലേഷനും ഉണ്ട്. കാൽക്കുലേഷനൊക്കെ നമുക്ക് മനസ്സിലാകുമോ ഇല്ലെന്ന് ഓരോരുത്തരും ഓരോ പാരഗ്രാഫ് ഞാൻ വീതം വായിപ്പിക്കാം. ഷിബി മാതാജി, ആദ്യത്തെ പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയശ്രീ. സൂര്യഗ്രഹം മുതൽ എല്ലാ ഗ്രഹങ്ങളെയും ഭരിച്ചു പോരുന്ന രാജവംശജർക്കായി ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടു. അതിപുരാതന കാലം മുതൽക്കുള്ള അതിന്റെ ചരിത്രം ഇവിടെ വിവരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളിലെയും ഭരണകർത്താക്കളായ രാജാക്കന്മാർ ഗ്രഹനിവാസികളുടെ സംരക്ഷണത്തിനും അവരെ കാമത്തിൽ നിന്നും ഭൗതിക ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുമായിക്കൊണ്ട് ഭഗവത്ഗീത ശാസ്ത്രം അറിയേണ്ടിയിരിക്കുന്നു. ഭഗവാനുമായി ശാശ്വത ബന്ധം പുലർത്തിക്കൊണ്ട് ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കാനുള്ളതാണ് മനുഷ്യജീവിതം. എല്ലാ ഗ്രഹങ്ങളുടെയും രാജ്യങ്ങളുടെ ഭരണാധികാരികൾ വിദ്യാഭ്യാസം, സംസ്കാരം, ഭക്തി എന്നിവയിലൂടെ പ്രജകൾക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ചുമതലപ്പെട്ടവരാണ്. ജനങ്ങൾക്ക് ഈ മഹത്തായ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ മനുഷ്യജന്മം യഥാവസാനം ഉപയോഗപ്പെടുത്തി ജീവിത വിജയം കൈവരിക്കാം. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ കൃഷ്ണാബോധം പ്രചരിപ്പിക്കാൻ എല്ലാ ഭരണകർത്താക്കൾക്കും ബാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലായത്? ഭഗവാൻ എന്തുകൊണ്ട് പാർഷ്യാലിറ്റി ഉണ്ടോ ഭഗവാൻ? എന്തുകൊണ്ട് ഭഗവാൻ ഈ രാജാക്കന്മാർക്ക് മാത്രം ഉപദേശിച്ചു കൊടുത്തു? സൂര്യദേവൻ ഒരു രാജാവ്, വിവസ്വാൻ രാജാവ്,
മനു രാജാവ്, ഇക്ഷ്വാകു രാജാവ്, അല്ലെ? ഇവരൊക്കെ ക്ഷത്രിയരുമല്ല. എന്തുകൊണ്ട് ഭഗവാൻ ഈ ക്ഷത്രിയരോട് ഇത്ര? അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. അർജുനൻ ഒരു ക്ഷത്രിയനാണ്, അല്ലെങ്കിൽ രാജവംശത്തിൽപ്പെട്ട ആളാണ്, അല്ലെ? എന്തുകൊണ്ട് ക്ഷത്രിയർക്ക് ഇത് പറഞ്ഞു കൊടുത്തു? ഇപ്പം നമ്മൾ ഈ ബാക്കിയുള്ള ഗുരുപരമ്പരാ സിസ്റ്റം 4 എടുത്തപ്പോ അതിനകത്ത് ബ്രാഹ്മണനും മറ്റു പലരും വരുന്നുണ്ട്. ചിലപ്പോൾ ശൂദ്രരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അങ്ങനെ പലരും ഉണ്ടല്ലേ. ശൂദ്രശ്രീയിൽ പിറന്ന ആളാണല്ലോ വേദവ്യാസൻ, അല്ലേ? പക്ഷെ ബ്രാഹ്മണനായി എന്ന് മാത്രം നമുക്ക് കണക്കാക്കാം, അല്ലെ? അതായത് ജ്ഞാനം അറിയാവുന്ന ആള് ശരിക്കും ബ്രാഹ്മണനാണ്, അല്ലെ? ഏത് കുലത്തിൽ പിറന്നു എന്നുള്ളത് ബാധകമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ ഭഗവാൻ ഈ ക്ഷത്രിയർക്ക് തെരഞ്ഞെടുത്തു. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രജകളെയും ഒരുപോലെ കാണേണ്ട ഒരു വ്യക്തിയാണ് രാജാവ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ ക്ഷത്രിയർക്ക് ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിനും ഇത് എത്തിച്ചേരും. ക്ഷത്രിയരായിട്ടുള്ള വ്യക്തിക്ക്, രാജാവിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പ്രജകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും അവിടുത്തെ സസ്യങ്ങളും അതുപോലെ തന്നെ എല്ലാവരും, ഓരോ പ്രാണിയും മണ്ണും അടക്കം ഈ രാജാവ് സമസ്ത ലോകം അല്ലെങ്കിൽ പ്രപഞ്ചവും ലോകത്തിന്റെ ആ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമയാണ് ഈ ഒരു രാജാവ്. ഈ രാജാവിന്റെ കർത്തവ്യമാണ് അതുകൊണ്ടാണ് ഈ ഭരണ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭൂമിയുടെ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ, അതായത് പരിപാലിക്കുന്ന ഒരു രക്ഷകൻ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുവാണ്. അപ്പൊ അങ്ങനെ എന്താണ് പറയുന്നത്, ഈ നമ്മൾ സാധാരണഗതിയിൽ പോരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ബ്രാഹ്മണന് ശുദ്ധ സ്വാത്വികനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും, ഒരു ബ്രാഹ്മണന്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കേണ്ടി വരും. വൈശ്യന് അടുത്ത ജന്മം എന്താണ്? ക്ഷത്രിയനായിട്ട് ജനിച്ചിട്ട് അതിന്റെ അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് ബ്രാഹ്മണൻ ശുദ്ധ സ്വാത്വിക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് ലെവലിലേക്ക് പോകാൻ പറ്റും? ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ ശൂദ്രനാണെങ്കിൽ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശൂദ്രന് അടുത്ത ജന്മത്തിൽ ഒരു വൈശ്യനായി പിറന്ന്, പിന്നെ എന്താണ് ക്ഷത്രിയനായി പിറന്ന്, ബ്രാഹ്മണനായി പിറന്ന്, അങ്ങനെ വേണം ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഈ ശ്രീല പ്രഭുപാദരുടെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം, നമ്മൾ ഈ പുനർജന്മം എന്നുള്ള പറയുന്ന കാര്യം നമ്മൾ അങ്ങനെ വിശ്വസിക്കാറൊന്നും ഇല്ല എന്നെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്. ഒരു മാതാജി ഒരു ഇൻസിഡന്റ് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ മാറ്റപ്പെടുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും, അല്ലെ? ഇതൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന്. അങ്ങനെ വളരെ വിദേശത്ത് നടന്ന ഒരു കാര്യമാണ്. അത് ബ്രഹ്മചാരി, ശ്രീല പ്രഭുപാദരുടെ കൂടെ 10-22 വയസ്സായ ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു പയ്യനുണ്ട്. അപ്പൊ ഈ പയ്യൻ നല്ലപോലെ കീർത്തനമൊക്കെ ചെല്ലുന്നതാണ്. അപ്പൊ അവിടെ ഒരു മാതാജി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ മാതാജി ആയിട്ട് മിക്കവാറും എന്തെങ്കിലും പറഞ്ഞ് അടികൂടും. ശ്രീ പ്രഭാതരുള്ള കാലത്ത് തന്നെയാണ്. ഈ പയ്യൻ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിച്ചു. വിദേശിയാണ്, പക്ഷെ ചെറിയ ക്രോധവും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. 22 വയസ്സായുള്ള പക്വതയായിട്ടില്ലായിരുന്നു. അപ്പം എല്ലാവരും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന എന്താണ്? മോക്ഷം കിട്ടാൻ, ഭഗവാന്റെ അടുത്തേക്ക് വിടണം. ശ്രീല പ്രഭാതർ പറഞ്ഞ് എത്രയും വേഗം ഒരു മോക്ഷം കിട്ടാനായിട്ടുള്ള ഒരു ജന്മം കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പ്രേയേഴ്സ് ഓഫർ ചെയ്തത്. നമുക്കിപ്പോ അറിയാം, നമ്മൾ ആരുടെയും മരണവാർത്ത കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്, അല്ലെ? നമ്മളെല്ലാവരും എത്രയും പെട്ടെന്ന് മോക്ഷം കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശ്രീല പ്രഭുപാദർ അത് പറഞ്ഞില്ല. കാര്യം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ ജന്മം പൂർത്തിയായിട്ടില്ല. ഇനിയും ജനിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് അവിടുന്ന് എലിവേറ്റ് ചെയ്യാണ്ട് പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ബാക്കി തുടങ്ങിയാൽ മതി എന്നുള്ള കാര്യം കാര്യം ബ്രഹ്മചാരിയാണ്. എന്നിരുന്നാൽ തന്നെയും ശ്രീലപ്രഭാതർക്ക് ഇദ്ദേഹത്തിന് കർമ്മഫലം അവശേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം എന്താണ് ചെയ്തത്? ഇതുപോലെ ഒരു ഡിവോട്ടിയുടെ കുടുംബത്തിൽ ഒരു സ്ത്രീ ആയിട്ടാണ് ഇദ്ദേഹം പിറന്നത്. അപ്പൊ നമ്മൾ അവർക്ക് ഇത് എങ്ങനെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് ചോദിക്കും. അപ്പൊ അതിലേക്ക് ഞാൻ വരുവാണ്. ഒരു മാതാജി ആയിട്ടാണ് പിറന്നത്. ഒരു വൈഷ്ണവരുടെ കുടുംബത്തിൽ തന്നെ പിറന്നു. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അങ്ങനെ കുറച്ചുകൂടെ വളർന്നിങ്ങനെ പ്രോഗ്രസ് ആയി കഴിയുമ്പം ഈ അച്ഛൻ്റെ അമ്മേനും കൂടെ സത്സംഗത്തിനൊക്കെ പോവല്ലോ. സത്സംഗത്തിനൊക്കെ പോകുമ്പോൾ ഈ കുട്ടി പല സ്ഥലങ്ങളും കാണുമ്പോൾ എനിക്കിത് പരിചയം ഉണ്ടെന്ന് പറയുന്നു. ഈ സ്ഥലത്ത് വന്ന് ഇവിടെ എനിക്ക് നല്ല പരിചയം, ആ മാതാജിയെ കണ്ടില്ല, പ്രഭുവിനെ കണ്ടിട്ട് എനിക്ക് നല്ല പരിചയം എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ഇവർക്കെല്ലാം ഭയങ്കര
കോൺഷ്യസ് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെ എന്നറിയോ, ഇത് ഇന്ന സമയത്ത് ഇത് ഇങ്ങനെയായിരുന്നു, ഈ ഈ അമ്പലം അന്ന് പണിതിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു ഈ കുട്ടി. ഇത് ഇപ്പോഴാണ് ഇത് പണി തീർത്തത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് ഇത്ര വയസ്സിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ നടന്നല്ലേ, സർജറി നടന്നല്ലേ, എന്നിട്ട് സുഖായോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ പല വെളിപ്പെടുത്തലുകളും നടത്താൻ തുടങ്ങി ഈ കുട്ടി. അങ്ങനെ ഈ വിവരം എല്ലാവരും അറിഞ്ഞു. അതുപോലെ തന്നെ ഈ കുട്ടി ഇന്ന ഇന്നയാളുടെ മക്കളായിരുന്നു. അപ്പൊ അവരെ പറ്റിയും വരെ പറയാൻ തുടങ്ങി. ഞാൻ ഇന്നവരുടെ അച്ഛനും അമ്മയായിരുന്നു, ഞാൻ ഈ വീട്ടിലാണ് ജനിച്ചത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാൻ ഇവരെ ഹിപ്നോട്ടൈസ് ചെയ്തു. വെസ്റ്റേൺ കൺട്രി ആണല്ലോ, അപ്പൊ അന്ന് തന്നെ ആ ടെക്നോളജി എല്ലാം അവർക്കുണ്ട്, ഹിപ്നോട്ടിസം ഒക്കെ. ചെയ്തപ്പോ ഇന്ന ആൾക്കാരുടെ മക്കളായിട്ടായിരുന്നു ഞാൻ. ആ വീടും അവിടുത്തെ ചരിത്രങ്ങൾ മുഴുവൻ ഈ കുട്ടി പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് സ്ത്രീ ആയിട്ട് ജനിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാതാജിയായിട്ട് മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഇവര് തമ്മിൽ ഉടക്കി. ഒരു മാതാജി കീർത്തനം പറയുന്ന ചൊല്ലുന്നതിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കി. അപ്പോഴത്തേനും ആ മാതാജിന്റെ മനസ്സിലൊരു വിദ്വേഷം ഉണ്ടാക്കി, ഈ കുട്ടി എന്താ എന്നോട് ഇങ്ങനെ എതിർക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു സ്ത്രീ ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാജിയുടെ ഫീലിങ്സ് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് ഒരു സ്ത്രീ ആയിട്ട് പിറക്കേണ്ടി വന്നു. മനസ്സിലായല്ലോ, നമ്മൾ അങ്ങനെ പോലും ഒരാളെ അധിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു സ്ത്രീ ആയിട്ട് ജനിക്കേണ്ടി വന്നു ഇയാൾക്ക്. പക്ഷെ ജനിച്ചത് വൈഷ്ണവരുടെ കുടുംബത്തിലാണ്. കാര്യം ശ്രീലപ്രഭാതരുടെ കൃപ. പിന്നെ എന്താണ്, ബ്രഹ്മചാരി ആയിട്ടായിരുന്നല്ലോ അദ്ദേഹം ഈ 22 വയസ്സ് വരെ ജീവിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ വൈഷ്ണവരുടെ കുടുംബത്തിൽ വന്ന് പിറന്നിട്ട് അതിന്റെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു, അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ അവിടെ സമയത്ത് കൊട്ടാരത്തിൽ ഇതുപോലെ തന്നെ ആർക്കെങ്കിലും പരാതികൾ ബോധ്യപ്പെടുത്താനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആര് ലക്ഷ്മണനോട് പറഞ്ഞു ചെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ലക്ഷ്മണൻ ചെന്ന് നോക്കിയിട്ട് ആരും അവിടെ ഇങ്ങും ഇല്ല എന്ന് പറഞ്ഞു. നീ ഒന്നുകൂടെ പോയി നോക്ക്, ആരെങ്കിലും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോ ഒരു പട്ടി ഉണ്ട് അവിടെ. പട്ടിക്ക് പറയാൻ സാധിക്കുമോ, അതിങ്ങനെ ആംഗ്യം കാണിച്ചു എന്തോ അതിനൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പട്ടി ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചു. കഴിഞ്ഞപ്പോഴത്തേനും ഒരു പട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വളരെ വിഷമത്തിൽ വന്ന് പറഞ്ഞു, ഭഗവാൻ എന്തെങ്കിലും ചീത്ത പറയുമെന്നാണ് വിചാരിച്ചത്. ഭഗവാൻ പറഞ്ഞു അതിനെയും കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പട്ടിയെയും കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞ് പട്ടി അതിന് പറ്റുന്ന ഭാഷയിലൊക്കെ ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറഞ്ഞു കൊടുത്തു. അതിന്റെ പുറമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ എന്നെ തല്ലിയെന്ന് പറഞ്ഞു. പട്ടി എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പട്ടി ശ്രീരാമചന്ദ്രൻ ഭഗവാൻ മനസ്സിലാക്കിയ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ അകാരണമായിട്ട് തല്ലി. ബ്രാഹ്മണനെ ഉടനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ലക്ഷ്മണനും ബാക്കിയുള്ള പ്രജകളൊക്കെ വിചാരിച്ചെന്നറിയാം, ഇത് അടിച്ചത് ഒരു ബ്രാഹ്മണനല്ലേ. അപ്പം ബ്രാഹ്മണന് ഉയർന്ന കുലത്തിൽ ജനിച്ച ആളായതുകൊണ്ടും ഈ ഒരു മൃഗമല്ലേ പട്ടി, പട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് ശിക്ഷയ്ക്ക് ഇളവ് കുറവ് വരുമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ എന്തിനാണ് ഭഗവാൻ ഈ വട്ട് കാണിക്കുന്നത്, അല്ലെ. ഈ ഒരു പട്ടി എന്തെങ്കിലും ആംഗ്യം കാണിച്ചു, ഗോഷ്ഠി കാണിച്ചു, അതുപോലെ എന്തെങ്കിലും വിലപിച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണക്കാക്കി എടുക്കണോ എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ടായി. പക്ഷെ ബ്രാഹ്മണനെ വിളിപ്പിച്ചു. ബ്രാഹ്മണനോട് ചോദിച്ചു എന്തിനാണ് ഈ പട്ടിയെ അതിന്റെ നടു നോക്കി അടിച്ചത് എന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാരണം കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഉടനെ പണിഷ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു. ബ്രാഹ്മണനാണെങ്കിൽ പണിഷ്മെന്റ് കൂടുതലാണ്, ക്ഷത്രിയനാണെങ്കിൽ അതിലും കുറച്ചുകൂടെ താഴെ. കാര്യം ബ്രാഹ്മണൻ ഏറ്റവും ജ്ഞാനവാനായിട്ടുള്ള ആളാണ്. ജ്ഞാനവാനായിട്ടുള്ള ആൾക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാനായിട്ട് അധികാരമില്ല. തെറ്റ് ചെയ്താൽ പണിഷ്മെന്റ് കൂടുതൽ. അതാണ് അന്നത്തെ ആ ഒരു രീതി. ഭഗവാൻ വിഭാവനം ചെയ്ത വർണ്ണാശ്രമം അങ്ങനെയാണ് കേട്ടോ. അതുപോലെ വൈശ്യർക്കാണെങ്കിൽ അതിലും കുറച്ചുകൂടെ ഗ്രേഡ് ആണ്. ശൂദ്രരാണെങ്കിൽ പറഞ്ഞേ വിടും. അതുപോലെ യുധിഷ്ഠിര മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഇതുപോലെ ഒരു കാര്യം പ്രജാക്ഷേമമൊക്കെ അന്വേഷിച്ച് നടന്ന സമയത്ത് അതുപോലെ തെറ്റ് കാണിച്ച ശൂദ്രരെയൊക്കെ വെറുതെ ശാസിച്ച് വെറുതെ വിട്ടു. വൈശ്യർക്കാണെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് വൈശ്യരംഗം ധനസമ്പാദനത്തിന്റെ ഒക്കെ ആൾക്കാരല്ലേ, അവർക്ക് എന്തെങ്കിലും കപ്പം കെട്ടണം, നികുതി. അതുപോലെ തന്നെ ഇവർക്കോ ക്ഷത്രിയർക്കാണെങ്കിൽ എന്താണ്, ചാട്ടവാറിന് അടിയാണ് കൊടുക്കുന്നത്. അതുപോലെ ബ്രാഹ്മണർക്കാണെങ്കിൽ തടവ് ശിക്ഷയാണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ. ചാട്ടവാര അടിച്ച് കഴിഞ്ഞാൽ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷത്രിയരെ. പക്ഷെ ബ്രാഹ്മണർ കാണുമ്പോൾ ശിക്ഷ കൂടുതലാണ് അവര് തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം, ആ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകളെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതുകൊണ്ട് രാജാവിന് ഈ അതീന്ദ്രിയജ്ഞാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ പ്രജകൾക്കും ഒരേപോലെ പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഈ വിശിഷ്ടമായ ജ്ഞാനം ഇതുപോലെ ക്ഷത്രിയരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തത്. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരേപോലെ പ്രയോജനം ഉണ്ടാകും ഒരു രാജാവിന് അത് കിട്ടിയെങ്കിൽ.
അടുത്തത് രതിദേവി മാതാജി. അല്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ. ഈ മന്വന്തരത്തിലെ സൂര്യദേവൻ വിവസ്വാൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം സൂര്യഗോള ചക്രവർത്തിയാണ്. സൂര്യനാണ് ഈ സൗരയൂഥത്തിൽപ്പെട്ട സർവഗ്രഹങ്ങളുടെയും ഉത്ഭവസ്ഥാനം. ബ്രഹ്മസംഹിത പ്രസ്താവിക്കുന്നു. യച്ചക്ഷുരേഷ സവിത സകല ഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജ യസ്യാജ്ഞയാ ഭ്രമതി സംഭൃത കാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമകം ഭജാമി. ബ്രഹ്മദേവൻ പറഞ്ഞു, ആരുടെ ആജ്ഞയാൽ സൂര്യദേവൻ വിനയാന്വിതനായി ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുവോ, സവിതാവ് ആരുടെ കണ്ണാകുന്നുവോ, ആരുടെ ആജ്ഞാനുസാരം ആ സർവഗ്രഹാധിപതി അമേയ തേജസ്വിയും പ്രഭാശാലിയുമായി വർത്തിക്കുന്നുവോ, ആദിപുരുഷനായ ആ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഗ്രഹങ്ങളുടെ അധിപനാണ്. ഹരേ. അപ്പം നമ്മള് മനസ്സിലാക്കുന്ന അടുത്തൊരു ജ്ഞാനം എന്ന് പറഞ്ഞ ഈ മന്വന്തരത്തിലെ സൂര്യദേവന്റെ പേര് വിവസ്വാൻ എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി അല്ലേ. ഈ മന്വന്തരത്തിൽ അപ്പൊ ഈ സൂര്യദേവൻ എല്ലാത്തിനും പ്രമുഖനായിട്ടുള്ള ദേവതനാണ്. കാര്യം അതിഥിയുടെ ആദ്യത്തെ പുത്രനാണ് ആദിത്യൻ അല്ലേ. അതിഥിയും ദിതിയും ആർക്കാണ്? ഇവർ ആരുടെ പത്നിമാരായിരുന്നു? കശ്യപന്റെ കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരാണ്. അതായത് ബ്രഹ്മദേവൻ സൃഷ്ടി ആരംഭിച്ചപ്പോൾ കുറെ പ്രജാപതിമാരെ സൃഷ്ടിച്ചല്ലോ. അതിലെ കശ്യപ പ്രജാപതിയുടെ 2 പ്രധാനപ്പെട്ട ഭാര്യമാരായിരുന്നു അതിഥിയും ദിതിയും. ചേട്ടത്തി അനതിയുമായിരുന്നു അല്ലെ. അങ്ങനെ ആ അതിഥിയുടെ പുത്രന്മാരാണ് ആദിത്യന്മാർ എന്ന് പറയുന്നത്. അതായത് ആദിത്യൻ മുതലായവര്. അങ്ങനെ ഇന്ദ്രനും എല്ലാം ഈ ഇതിൽപ്പെട്ടാണ്. അങ്ങനെ ഭഗവാനും ആ പരമ്പരയിൽ വന്ന് പിറന്നിരുന്നു. ആരായിട്ടാണ്? വാമനാവതാരം. ഭഗവാന്റെ പേരെന്തായിരുന്നു ആ സമയത്ത്? ഇന്ദ്രാനുജനായിട്ട് പിറന്നു, അല്ലെങ്കിൽ ഉപേന്ദ്രൻ എന്ന പേരിലായിരുന്നു അല്ലെ. പിന്നീട് അത് ത്രിവിക്രമെന്നും ആയി. അപ്പൊ അങ്ങനെ ഈ പറയുന്ന സൂര്യദേവനാണ് എല്ലാ ഗോളങ്ങളുടെയും ആ ഒരു ചക്രവർത്തിയായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ. എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം സൂര്യദേവനെ കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നത്, ചലിക്കുന്നത്. സൂര്യനാണ് നമ്മളുടെ എന്താണ് നമ്മളുടെ ഈ പകലും രാത്രിയും നിശ്ചയിക്കുന്ന സമയം. 24 hours, വീക്സ്, ഇയേഴ്സ്, അതുപോലെ തന്നെ 4 സമ്മർ, വിന്റർ, ഓട്ടം, സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന ഇതിന്റെ എല്ലാം കാരണക്കാരൻ സൂര്യനാണ് അല്ലെ. സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ അവസ്ഥ എന്താവും? എത്ര ചൂടാണെങ്കിലും അന്ന് സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താവും? നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതല്ല അല്ലെ. അപ്പൊ സൂര്യന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അതായത് സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ നേത്രങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ബ്രഹ്മസംഹിത എന്താണ് പറയുന്നത്? യക്ഷുരേഷ സവിത സകലഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തി രശേഷ തേജ യസ്യാജ്ഞയാ പ്രമതി സംവൃത കാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ആരുടെ ആജ്ഞയാൽ സൂര്യദേവൻ വിനയാന്വിതനായി ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുവോ, അതുപോലെ തന്നെ സവിതാവ് ആരുടെ കണ്ണാവുന്നുവോ, സൂര്യൻ ആരുടെ കണ്ണാകുന്നു, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ആരുടെ ആജ്ഞാനുസരണം ആ സർവഗ്രഹാധിപതി അമേയ തേജസ്വിയും പ്രഭാവശാലിയുമായി വർത്തിക്കുന്നുവോ, ആദിപുരുഷനായ ആ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. അപ്പം ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛാനുസരണമാണ്. പക്ഷെ സൂര്യദേവന്റെ ആ ഒരു പ്രാധാന്യം അവിടെ പറയുന്നു. ഭഗവാന്റെ കണ്ണ് ആകുന്നു. അങ്ങനെയുള്ള സൂര്യദേവൻ ആരുടെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഈ ഭ്രമണപഥത്തിലൂടെ വിനയാന്വിതനായിട്ടാണ് പോകുന്നത് അല്ലെ. അദ്ദേഹത്തിന് എന്തെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭ്രമണം ചെയ്യാണ്ട് പറ്റുമോ? അഹങ്കാരം കൂടി കഴിഞ്ഞാൽ എന്താ, വെയിറ്റ് കൂടി താഴെ പോകും, ഈ ഭ്രമണത്തിൽ നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ ആദ്യം തന്നെ തിരഞ്ഞെടുത്തത് ആ സൂര്യദേവനെ തന്നെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ് ശ്രീല പ്രഭുപാദരും ഭഗവാനും കൂടെ. അടുത്തത് സ്റ്റാൻസ വായിക്കുന്നത് രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ. സൂര്യദേവനാണ് സൗരഗ്രഹ
മണ്ഡലത്തെ ഭരിക്കുന്നത് ഇപ്പോഴത്തെ സൂര്യദേവൻ വിവസ്വാനാകുന്നു. ഈ സൗരഗ്രഹം ചൂടും വെളിച്ചവും നൽകി മറ്റു ഗ്രഹങ്ങളെ ഭരിക്കുന്നു. കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ചാണ് സൂര്യന്റെ ഈ ഭ്രമണം. ഭഗവാൻ ഗീതാശാസ്ത്രം ഉപദേശിക്കാനായി വിവസ്വാനെ തന്റെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചു. ഭഗവത്ഗീത നിസ്സാരനായൊരു ഭൗതിക വിദ്യാർത്ഥിക്ക് വേണ്ടി ചമച്ച ഊഹപ്രബന്ധമല്ല. സ്മരണാതീത കാലം മുതൽക്കേ മനുഷ്യന് കൈവന്നിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥമാണിത്. മഹാഭാരതം ശാന്തി പർവത്തിൽ 348.51.52 ഗീതയുടെ ചരിത്രം വിവരിക്കുന്നു. ത്രേതായുഗാദോ ച തതോ വിവസ്വാന്മനവേ ദദൗ മനുശ്ച ലോകഭൃത്യർത്ഥം സൂതയേക്ഷ്വാകവേ ദദൗ ഇക്ഷ്വാകുണാ ച കഥിതോ വ്യാപ്യലോകാനവസ്ഥിത. ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ഈ ശാസ്ത്രം ത്രേതായുഗ ആരംഭത്തിൽ വിവസ്വാൻ മനുവിന് നൽകി. മനുഷ്യവംശ പിതാവായ മനു സ്വപുത്രനായ ഇക്ഷ്വാകുവിനും അത് ഉപദേശിച്ചു. ഭൗമഗ്രഹത്തിന്റെ രാജാവും ശ്രീരാമചന്ദ്രൻ പിറന്ന രഘുവംശത്തിന്റെ പൂർവികനുമായിരുന്നു ഇക്ഷ്വാകു. അങ്ങനെ ഇക്ഷ്വാകു മഹാരാജാവിന്റെ കാലം മുതൽക്കേ ഭഗവത്ഗീത മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ കണ്ടത് എന്താണ്? ഈ ഗ്രഹങ്ങളുടെയൊക്കെ അധിപൻ, നക്ഷത്രാധിപൻ എന്നൊക്കെയാണ് സൂര്യനെ പറയുന്നത് അല്ലെ. ഈ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ സൗരയൂഥം എന്നൊക്കെ പറയുന്നതെല്ലാം സൂര്യനെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം കഴിയുന്നത്. സൂര്യന് ചുറ്റുമാണ് അവർ ഫലം വെക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി. അപ്പൊ സൂര്യന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ആ സൂര്യഗോളത്തിന്റെ അധിപതിയായിട്ടുള്ള ഇപ്പോഴത്തെ പോസ്റ്റിൽ ഇരിക്കുന്ന വിവസ്വാനെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ അതീന്ദ്രിയ ജ്ഞാനം പറഞ്ഞു കൊടുക്കാനായിട്ട് ആദ്യം തന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്യൂരിറ്റി, അദ്ദേഹം എത്ര വിനയാന്വിതനായിട്ടാണ് ഇത് പ്രദക്ഷിണം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലേ. അദ്ദേഹം എന്തെങ്കിലും ഒരു ദിവസം ഡ്യൂട്ടി വേണ്ടാന്ന് വെച്ച് ഇന്ന് ഞാൻ മടുത്തു, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ ഉറങ്ങണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകില്ല, മൊത്തത്തിൽ എല്ലാം താളം തെറ്റും. അതുപോലെ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഈ രഘുവംശത്തിന്റെ ദേവതയായിട്ടുള്ള സൂര്യദേവന് തന്നെ ഭഗവാൻ ഈ ജ്ഞാനം ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തു. വിവസ്വാനെ തന്നെ തെരഞ്ഞെടുത്തു. അപ്പം ഭഗവത്ഗീത ഇപ്പോൾ പുതിയതായിട്ട് ഈ 5500 വർഷങ്ങൾക്ക് മുൻപേ അല്ല ഭഗവത്ഗീത ഇറങ്ങിയത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നത് ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞപ്പോഴാണ് ഭഗവത്ഗീത ആദ്യമായിട്ട് വന്നത്. ഇത് ഒരുപാട് കാലം മുതൽക്കേ, സ്മരണാതീത കാലം മുതലേ നിലനിൽക്കുന്ന ഒരു അറിവായിരുന്നു. അത് എങ്ങനെയാണ് ഈ അറിവ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് എന്നുള്ളത് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് കാണുന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. അപ്പം സ്മരണാതീത കാലം മുതൽക്ക് ഇത് മനുഷ്യന്റെ കൈ വന്നിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥമാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം ഭഗവാനുമായിട്ടുള്ള ഈ ബന്ധത്തിന്റെ ശാസ്ത്രം ത്രേതായുഗത്തിൽ വിവസ്വാൻ മനുവിന് നൽകി. ത്രേതായുഗമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ വിവസ്വാൻ എന്ത് ചെയ്യുന്നു? മനുവംശ പിതാവായ മനുവിന് ഈ ജ്ഞാനം നൽകി. അപ്പൊ മനു എന്ത് ചെയ്തു? ഇക്ഷ്വാകിന് ഉപദേശിച്ചു. ഇപ്പൊ ഭൗമഗ്രഹത്തിലെ രാജാവ് ശ്രീരാമചന്ദ്രൻ പിറന്ന രഘുവംശത്തിലെ പൂർവികനുമായിരുന്നു ഇക്ഷ്വാകു. ഇക്ഷ്വാകുവിന്റെ വംശത്തിലാണ് ഈ പറയുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഇക്ഷ്വാകു മഹാരാജാവിന്റെ കാലം മുതൽക്കേ ഭഗവത്ഗീത മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മള് ത്രേതായുഗത്തില് ഈ ഇക്ഷ്വാകുവിന്റെ കാലം വരെയൊക്കെ തന്നെ ഭഗവത്ഗീത നിലനിന്നിരുന്നു. അതിനുശേഷം എന്താണെന്ന് ബ്ലാങ്ക് ആണ് അല്ലെ, നമുക്ക് അറിയുന്നില്ല. അത് നമുക്ക് കുറച്ച് അടുത്ത വഴിയെ നമുക്ക് പോകെ പോകെ മനസ്സിലാകും. ഇനി അടുത്ത കാര്യം പറയുന്ന കുറച്ച് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേപടി നോക്കാം. നമ്മൾ ആ മാത്തമാറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ആ ഭാവാർത്ഥിരുന്ന് വായിച്ച് നല്ല വായിച്ചിട്ട് നമ്മൾ അത് എഴുതി പഠിച്ച് കൂട്ടി എടുത്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രീല പ്രഭുപാദര് വളരെ കഷ്ടപ്പെട്ട് പല ശാസ്ത്ര ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഈ മാത്തമാറ്റിക്സ് ഇങ്ങനെയാക്കി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരോടൊക്കെ, രോഹിണി മാതാജിയോടും ഒക്കെ ചോദിച്ചിട്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് മനസ്സിലാക്കി. കാര്യം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണിത്. നമ്മൾ ആ കാലത്തിന്റെ ഞാൻ ഇതുവരെ അതിൽ അത്ര സമർത്ഥനല്ലാത്തതുകൊണ്ട് എനിക്ക് അത് അത്രയ്ക്ക് പറഞ്ഞു തരാണ്ട് പറ്റുമെന്ന് എനിക്ക് അറിയില്ല.
അപ്പൊ നമുക്കിത് വായിച്ചു നോക്കാം. നിങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ട് അതിന്റെ എല്ലാം ഒന്ന് എഴുതി നോക്കുക. ഈ ഒരു സ്റ്റാൻസായി പറയുന്നത് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നല്ല ആചാര്യന്മാരുടെ അടുക്കൽ പോയി സംശയ നിവാരണം വരുത്തുക. കാരണം ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്താൻ പോകുന്നവർക്ക് ഇത് നല്ലൊരു ടോപ്പിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പ്. അപ്പൊ അത് നമ്മൾ വായിക്കാനായിട്ട് നമ്മൾ പത്മ മാതാജി. ഹരേ കൃഷ്ണ. 4,32,000 വർഷങ്ങൾ അടങ്ങിയ കലിയുഗത്തിൽ 5,000 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനു മുമ്പ് 8 ലക്ഷം വർഷങ്ങൾ അടങ്ങിയ ദ്വാപരയുഗവും അതിനു മുമ്പ് 12 ലക്ഷം വർഷങ്ങൾ അടങ്ങിയ ത്രേതായുഗവും കഴിഞ്ഞുപോയി. ഇപ്പോൾ മനു തന്റെ പുത്രനും ശിഷ്യനുമായ ഇക്ഷ്വാകുവിന് അന്ന് ഭൂലോകം ഭരിച്ചിരുന്ന രാജാവിന് ഗീതോപദേശം ചെയ്തത് ഏതാണ്ട് 20,05,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴുള്ള മനുവിന്റെ വാഴ്ചക്കാലം 30,53,00,000 വർഷങ്ങളാണെന്നും അതിൽ 12,04,00,000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണെന്നും കണക്കാക്കിയിരിക്കുന്നു. ഭഗവാൻ തന്റെ ശിഷ്യനായ വിവസ്വാന് ഗീത ഉപദേശിച്ചത് മനു ജനിക്കുന്നതിന് മുമ്പാണെന്ന് കരുതുന്ന പക്ഷം ആ സംഭവം കുറഞ്ഞത് 12,04,00,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കണം. അങ്ങനെ ഭഗവത്ഗീത മനുഷ്യലോകത്തിൽ 2 ദശലക്ഷം സംവത്സരങ്ങളായി നിലനിന്നു പോരുന്നു. 5,000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അത് വീണ്ടും അർജുനന് ഉപദേശിച്ചു. ഭഗവത്ഗീതയെയും ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രമാണമാക്കി നോക്കുമ്പോൾ അതിന്റെ ചരിത്രം ഏതാണ്ട് ഇങ്ങനെയാണ്. വിവസ്വാൻ എന്ന സൂര്യദേവൻ സ്വയം ക്ഷത്രിയനായതുകൊണ്ടും സൂര്യകുലജാതരായ ക്ഷത്രിയരുടെ ആദി പിതാവായതുകൊണ്ടുമാണ് ഭഗവത്ഗീത വിവസ്വാന് ഉപദേശിക്കപ്പെട്ടത്. ഭഗവാൻ ഉപദേശിച്ചതുകൊണ്ട് ഗീത വേദങ്ങളെ പോലെ വിശിഷ്ടമാണ്, അപൗരുഷേയമാണ്, മനുഷ്യകൃതമല്ലാത്തത്. വേദനിർദ്ദേശങ്ങളെ മാനുഷിക വ്യാഖ്യാനങ്ങൾ കൂടാതെ അംഗീകരിക്കുന്നത് പോലെ ഗീതയും ഭൗതിക വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഭൗതികവാദികൾ തങ്ങളുടെ വഴിക്ക് ഗീതയെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഭഗവത്ഗീതയുടെ സത്ത അതിലില്ല. ശിഷ്യ പരമ്പര പ്രകാരം കൈവന്ന ഗീത അതേപടി സ്വീകരിക്കണം. ഇവിടെ വിവരിക്കപ്പെട്ട പോലെ ഗീത ശ്രീ ഭഗവാൻ സൂര്യദേവനും സൂര്യൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും തുടർന്ന് ഉപദേശിച്ചതായി വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം കലിയുഗത്തിന്റെ വർഷം എത്രയാണ്? 4,32,000 വർഷം. അപ്പൊ അങ്ങനെയാണ് ദ്വാപരയുഗത്തിന്റെയോ? 4,32,000 ഇൻറ്റു 2, അത് 8,64,000 വർഷം. അതുപോലെ തന്നെ ത്രേതായുഗമോ കലിയുഗത്തിന്റെ 4,32,000 വർഷം ഇൻറ്റു 3, അപ്പൊ ഏകദേശം 12 ലക്ഷം. അതുപോലെ സത്യയുഗം ഇൻറ്റു കലിയുഗത്തിന്റെ 4,32,000 ഇൻറ്റു 4. അങ്ങനെ 4 കലിയുഗത്തിന്റെ ആയുസ് കൂടുന്നതാണ് സത്യയുഗത്തിലെ മൊത്തത്തിലുള്ള കാലയളവ്. സത്യയുഗം ഇതെല്ലാം കൂടി കൂട്ടിയതിനെ ഒരു യുഗ സൈക്കിൾ എന്ന് പറയുന്നു അല്ലെ? ഒരു സൈക്കിൾ. അതായത് ഒരു യുഗം കഴിഞ്ഞു. ഇതുപോലത്തെ ചതുർയുഗങ്ങൾ ബ്രഹ്മദേവന്റെ ഒരു പകൽ എന്ന് പറയുന്നത് ഇതേപോലത്തെ 4 ചതുർയുഗങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു രാവ്, അടുത്ത 4 യുഗങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ പോകുന്നുണ്ട്. ഒരു കൽപ്പത്തിന്റെ കാൽക്കുലേഷനിലേക്ക് പോകും. അതെന്താ പ്രഭു ഒരു സൈക്കിള് ഇതെല്ലാം കൂടി കൂട്ടിയത് ഞാൻ മുമ്പ് ഒരു പ്രഭുവിന്റെ ക്ലാസ്സിൽ നിന്ന് എഴുതി വെച്ചതാണ്. അത് പറയാം, ഒരു സൈക്കിള് ആണ് ഇതെല്ലാം കൂടി കൂട്ടിയ ഇൻറ്റു 1000 ആണ് 432 കോടി വർഷങ്ങൾ. അതായത് ബ്രഹ്മാവിന്റെ 12 മണിക്കൂറാണ് അത്ര. അത് ബ്രഹ്മാവിന്റെ 12 മണിക്കൂർ. അതായത് ഒരു പകൽ എന്ന് പറയുന്നത്. പിന്നെ അതേ ഇൻറ്റു 2 ആണ് 860 കോടി വർഷം. അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം 24 മണിക്കൂർ. 4 ചതുർയുഗങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒരു രാവ്, ഒരു പകല്. അതുപോലത്തെ 4 ചതുർയുഗങ്ങൾ കൂടുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു രാത്രി. അതുപോലെ അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസമായി 24 മണിക്കൂർ. അങ്ങനത്തെ അദ്ദേഹത്തിന്റെ എത്രയാണ് 100 വയസ്സ് വരെ ബ്രഹ്മദേവൻ ആയുസ്സുണ്ട്. 100 വയസ്സ് വരെ. അങ്ങനെ ഇപ്പോഴത്തെ ബ്രഹ്മദേവൻ അപ്പൊ എത്ര വയസ്സായി എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഇപ്പോഴത്തെ വൈവസ്വത മനുവിന്റെ കാലഘട്ടമാണ് അല്ലെ? എനിക്ക് തോന്നുന്നു 7ാമത്തെ മനു കൊണ്ടാണ്. ഏഴാമത്തെ മനു വൈവസ്വത മനുവിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ബ്രഹ്മദേവന് 51 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ ഇനി ആ ബ്രഹ്മദേവന് എത്ര വർഷത്തോടെ കഴിഞ്ഞു? അപ്പൊ നമ്മൾ എത്ര യുഗങ്ങൾ കഴിഞ്ഞു പോകും അല്ലെ?
അപ്പൊ എത്രയോ കഴിഞ്ഞു പോയി. നമുക്കിത് ആലോചിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ സാധാരണ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് എന്നെ പോലെ തന്നെ എന്താ പറഞ്ഞ ഈ ബ- ബലമില്ലാത്ത ഇന്ദ്രിയങ്ങളും ഇതും വെച്ചിട്ടൊന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ജ്ഞാനവും അല്ല, വിവരവും അല്ല. നമുക്ക് ഈ ഫിഗറുകൾ പോലും നമുക്ക് കൂട്ടാനോ അത് പൂജ എഴുതിയോ മറക്കും. അതെ, ഒരു നിമിഷം കൊണ്ട് മറക്കുകയും ചെയ്യും, അതൊന്നും ഓർമ്മ നിൽക്കില്ല. മറന്നുപോകും. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ പറഞ്ഞത്, നമ്മള് ആ ഭൗതികമായ തലത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരും ഇതിനെ വിചിന്തനം ചെയ്യാനായിട്ട് പോകരുത്. നമ്മളുടെ തലം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇതിൽ വെച്ചുകൊണ്ട് ഒരു എലിവേറ്റഡ് ആയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വേണം ഇതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ 8 ലക്ഷം വർഷങ്ങളടങ്ങിയ ദ്വാപരയുഗം, അതിനു മുമ്പ് 12 ലക്ഷമാണ് ത്രേതായുഗം കഴിഞ്ഞു പോയി. അപ്പോൾ മനു തന്റെ പുത്രനും ശിശുവിനുമായ ഇക്ഷ്വാകുവിന്, അന്ന് ഭൂലോകം ഭരിച്ചിരുന്ന രാജാവിനാണ് ഗീത ഉപദേശം ചെയ്തത്. അതായത് ഏതാണ്ട് അപ്പൊ 20,50,000 വർഷങ്ങൾക്ക് മുൻപേ ആണ്, അല്ലെ? അത് എങ്ങനെയാണ് നമ്മൾ കൂട്ടിയത്? നമ്മൾ ഇതിന്റെ ഓരോരോ സമ്മറി ആയിട്ട്, അതായത് 4,32,000, 8 ലക്ഷത്തി, അങ്ങനെയൊക്കെ നമ്മൾ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാകുന്നുണ്ട്, മനു ഏകദേശം 20,50,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇപ്പോഴുള്ള മനുവിന്റെ വാഴ്ചക്കാലം 30,53,000, അതായത് 30 കോടി 30 കോടി. 53 ലക്ഷം വർഷങ്ങളാണെന്നും അതിൽ 12,04,00,000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നും കണക്കാക്കിയിരിക്കുന്നു. അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചില പ്രഭുക്കന്മാരുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രീല പ്രഭാതർ തന്നെ വേറെ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഈ കാൽക്കുലേഷൻ എങ്ങനെയാ കിട്ടിയെന്ന്. ഇപ്പോഴുള്ള മനുവിന്റെ, അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു സംഭവമാണ് ഇത്. അത് എങ്ങനെ കിട്ടിയെന്ന് ഒരു ക്ലാസ്സിൽ ഞാൻ ഇത് മുഴുവൻ കേട്ടതാണ്. ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് എഴുതി പൂർത്തിയാക്കാൻ പറ്റിയില്ല, പൂജ്യങ്ങളും അതും ഇതൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പിന്നെ അതിനു വേണ്ടി പുറകെ പോയില്ല. ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്, ഒരു ക്ലാസ്, ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. അതായത് നമുക്കിപ്പം കിട്ടാത്ത എന്താണ്, ഇപ്പോഴുള്ള മനുവിന്റെ വാഴ്ചക്കാലം 30,53,30,53,00,000. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളതും, അതിൽ 12,04,00,000 വർഷങ്ങൾ കഴിഞ്ഞു പോയെന്നും ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ഞാൻ എവിടെയെങ്കിലും എനിക്ക് റെഫറൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കാര്യം ഞാൻ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില് 14 മനുക്കൾ വരുന്നുണ്ടെന്ന്. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ 14 മനുക്കൾ, മാതാജി പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ തന്നെ 14 മനുക്കൾ വരുന്നുണ്ട്. ഇപ്പൊ 7ാമത്തെ മനു സമയത്ത് ശ്രീകൃഷ്ണ അവതാരം 7ാമത്തെ മനുവിന്റെ സമയത്താണ് കേട്ടത്. വൈവസ്വത മനുവിന്റെ കാലത്ത്. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്റെ ശിഷ്യനായ വിവസ്വാന് ഗീത ഉപദേശിച്ചത് മനു ജനിക്കുന്നതിന് മുൻപാണെന്ന് കരുതുന്ന പക്ഷം ആ സംഭവം കുറഞ്ഞത് 12,04,00,000 വർഷങ്ങൾക്ക് മുൻപെയാണ് നടന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ശ്രീല പ്രഭുപാദര് ആ വർഷം കൃത്യമായി വെറുതെ അദ്ദേഹം എഴുതിയല്ല, അദ്ദേഹം ഒരുപാട് ശാസ്ത്രങ്ങൾ റെഫർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള കണക്കുകളെല്ലാം വെച്ചിട്ടാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാപ്സൂൾ പരുവത്തിൽ തന്നിരിക്കുന്നത്. അങ്ങനെ ഭഗവത്ഗീത മനുഷ്യലോകത്തിൽ 2 ദശലക്ഷ സംവത്സരങ്ങളായി നിലനിന്നു പോയിരുന്നു. 5,000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അത് വീണ്ടും അർജുനന് ഉപദേശിച്ചു കൊടുത്തു. കാര്യം എന്താണ്, അത് ബ്രേക്ക് ചെയ്തു പോയിരുന്നു. ആ മനു വിശ്വാകനും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് പിന്നീട് അങ്ങോട്ടേക്ക് പറയുന്നില്ല. കാര്യം അവിടെ കൊണ്ട് അത് ബ്രേക്ക് ചെയ്തു പോയി. അപ്പോൾ അത് അർജുനനായിട്ട് വീണ്ടും അത് ഉപദേശിച്ചു കൊടുത്തു. അപ്പം ഈ ജ്ഞാനത്തെ പറ്റി നമ്മൾ ഭൗതികവാദികളായിട്ടുള്ള ഒരുപാട് പേരൊക്കെ വ്യാഖ്യാനം എഴുതുന്നുണ്ട്. പക്ഷെ ആ ഒരു തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത ഒരിക്കലും നമുക്ക് മനസ്സിലാകില്ല എന്നുള്ള കാര്യം. ഇത് ഈ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതും വളരെ ഉയർന്നതും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയാണ്. പക്ഷെ നമ്മൾ ഇതിലേക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പം മനസ്സിലാകുകയും ചെയ്യും. അതാണ് ഇതിന് എന്താണ് PhD പഠിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല ഈ ജ്ഞാനം പഠിക്കുന്നത്. ഈ മാത്തമാറ്റിക്സ് വിട്ടുകളാ, പക്ഷെ ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം നമുക്ക് മനസ്സിലാക്കേണ്ട സ്ഥിതി. ഈ കണക്ക് കൂട്ടാനായിട്ട് നമുക്ക് അറിയില്ല. ഈ ബ്രഹ്മദേവന്റെ ഒക്കെ ആയുസ് കണക്കാക്കാൻ ഇപ്പൊ ബ്രഹ്മദേവൻ എത്ര വയസ്സ് പിന്നിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കി ഇട്ട് നമുക്കൊരു കാര്യവും ഇല്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങള്, ഈ ആ ഒരു ജ്ഞാനം മനസ്സിലാക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും ക്ഷത്രിയ കുലജാതന്മാരായിരുന്നു. ആദിത്യ ദേവനും അവരെല്ലാവരും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ
തലമുറ, അതായത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ത്രേതായുഗത്തിൽ അദ്ദേഹത്തിന്റെ പൂർവികരായിട്ടുള്ള ഇക്ഷ്വാകു അടക്കം ക്ഷത്രിയ രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ട് ഈ ക്ഷത്രിയന്മാർക്ക് തന്നെ ഭഗവാൻ ഈ ഗീത ഉപദേശിച്ചു കൊടുത്തതിന്റെ കാരണം എന്താണെന്നും ആ, വിവരിച്ചു പറയുവാണ്. കാര്യം അവര് എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ അവർക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും. കാര്യം ഒരു രാജാവിനെ ഉള്ളൂ അത് സാധ്യമാകുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വളരെ വിശേഷപ്പെട്ട ഈ നോളേജ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സോടുകൂടി മനസ്സിലാക്കണം. നമുക്ക് മാത്തമാറ്റിക്സിനായിട്ട് ഉപരി നമ്മൾ ഈ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട തലം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ല മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കുക. കാര്യം ഒരിക്കലും നമ്മൾ ഈ മാത്തമാറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാര്യം ഈ കണക്കുകൾ ഇത്രയും വർഷങ്ങള്, നമ്മുടെ ഒരു മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100 വർഷമാണ് അല്ലെ. ഇത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ മനുഷ്യായുസ്, ഈ വെറും 100 വർഷങ്ങൾ. അപ്പോൾ ഈ ബ്രഹ്മദേവന്റെ ഒക്കെ ആയുസ് പറയുന്ന അത്രയും ട്രില്യൺ വർഷങ്ങള്, 3.5 ട്രില്യൺ വർഷങ്ങൾ അങ്ങനെ എങ്ങാണ്ടാണ് ബ്രഹ്മദേവന്റെ ആയുസ്. നമ്മളുടെ ഈ 860 3.51 കോടി വർഷം അല്ലെ? ആ 860 കോടി വർഷം ഇൻറ്റു 365 ഇൻറ്റു 100 ബ്രഹ്മാവിന്റെ ആയുസ്. അതെ. അപ്പൊ അങ്ങനെ അത്രയും ഒരു വർഷം നമ്മളുടെ ഒരു ചിന്തയ്ക്കോ ഇതിനോ ഒന്നും ദഹിക്കുന്ന കാര്യങ്ങളല്ലല്ലേ. നമ്മളപ്പം ഇത്രയും ചിന്തിച്ചാൽ മതി. ഞാനതാ പറയുന്നത്, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുന്ന ജ്ഞാനമല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞതിന്റെ കാര്യവും അതുകൊണ്ടാണ്. കാര്യം ഒരു അപ്പോഴാണ് ഉറുമ്പ് അല്ലെങ്കിൽ മഹാപ്രളയം വരിക അല്ലെ പ്രഭു? ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുമ്പോഴല്ലേ ബ്രഹ്മാവിന് മഹാപ്രളയം 100 വരിക? വയസ്സ് കഴിയുമ്പോഴാണ് മഹാപ്രളയം വരുന്നത്. അപ്പൊ അങ്ങനെ മാതാജി ഈ പറയുന്ന നമ്മൾ ജസ്റ്റ് ഒരു ഈയാമ്പാറ്റയുടെ കാര്യം എടുത്തു. ഈയാമ്പാറ്റയുടെ ആയുസ് എത്രയുണ്ടല്ലേ? ഒരു വെളിച്ചം കണ്ടപ്പോ, ഒരു ദീപം കണ്ട അതിൽ അപ്പൊ അത് ജീവിക്കുന്ന ആ ഈയാമ്പാറ്റയുടെ മനസ്സിലിരുന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കാലയളവാണ്. അത്രയും നിമിഷം ഒരു പ്രകാശം ഇങ്ങനെ കാണുന്നു, ഒരു ലൈറ്റ് കാണുന്നു, അതിന് മുൻപിൽ അത് പോയി പറന്നു അവിടെ പെടഞ്ഞു വീണ് മരിക്കുന്നു. ഈയാമ്പാറ്റയെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കാലയളവാണ്. അതുപോലെ നമ്മള് കണക്കാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോ ഈയാമ്പാറ്റകളാണ് അല്ലെ. നമ്മൾ വിചാരിക്കുന്നു ഇത് എത്ര വലിയ കാലയളവാണെന്നല്ലേ. നമ്മളുടെ ഈ ജീവൻ, നമ്മളിപ്പോ തന്നെ ഇത്രയും നമ്മൾ പ്രായം ചെന്നു വയസ്സായി നമ്മൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു അല്ലെ. എത്ര വലിയ കാലയളവാണല്ലേ. പക്ഷെ അതൊരു ഈയാമ്പാറ്റയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞ് എന്ന പോലെ തന്നെയാണ് നമ്മൾ. ഭഗവാനെ സംബന്ധിച്ചു കഴിഞ്ഞാൽ, ക്ഷീരോദശകായി വിഷ്ണുവിനെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ക്ഷീരോദശ കാരണദശ അദ്ദേഹത്തിന്റെ ഒരു ശ്വാസ കാലയളവിലാണ് ഇത് നടക്കുന്നത്. ഈ പറയുന്ന ബ്രഹ്മദേവൻ അടക്കം ഉള്ളതല്ലേ. ഓരോ ബ്രഹ്മാണ്ടങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചു വിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും അദ്ദേഹം ഒരൊറ്റ ശ്വാസം പുറത്തേക്ക് വിടുമ്പം ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ വരും. ആ ബ്രഹ്മാണ്ടത്തിനുള്ളില് ഗർഭോദശയ വിഷയം ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും ഗർഭോദശയ വിഷ്ണു പ്രവേശിച്ച് അവിടെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പങ്കജങ്ങളിൽ താമരപ്പൂ ഉണ്ടായി, അവിടെ ബ്രഹ്മദേവൻ ഉണ്ടായി. പിന്നെ ബ്രഹ്മദേവൻ സെക്കൻഡറി സൃഷ്ടി നടത്തി. ഇങ്ങനെ അങ്ങ് പോവുകയാണല്ലേ. എന്നിട്ട് ഈ സൃഷ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 100 വയസ്സെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലുതായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം അനീഹിലേഷൻ, സംഹാരം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മഹാപ്രളയം വരുന്നു. ഇതെല്ലാം തിരിച്ച് ഭഗവാനിലേക്ക് അടുത്ത ശ്വാസം ഭഗവാൻ വലിക്കുമ്പത്തിന് കയറും. ഇദ്ദേഹത്തിന് യശ്ചൈക നിശ്വസിത കാലമതാവലംബ്യ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തൊരു ശ്ലോകമുണ്ട് ബ്രഹ്മസംഹിതയില്. ആ ഒരു ഒറ്റ ശ്വാസ കാലയളവിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലെ. കാരണാർണവ ജലേ ഭജതി സ്മയോഗ നിദ്രാമനന്ദ ജഗദണ്ഡ എന്ന് പറഞ്ഞിട്ട് ആ ബ്രഹ്മസംഹിതയില് ഇത് പറയുന്നുണ്ടല്ലേ ആ ശ്ലോകം. അപ്പൊ ആ ഒരൊറ്റ ആ യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാന്റെ ആ ഒരു കാലയളവ് എത്ര വലുതായിരിക്കും, നമുക്ക് കൂട്ടി കണക്കാക്കാണ്ട് പറ്റുമോ? അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ശ്വാസം വിടുന്നു, ഒരു ശ്വാസം പുറത്തേക്ക് വന്നപ്പോ തന്നെ ഇതെല്ലാം അദ്ദേഹത്തിന് ഉള്ളിലായി കഴിഞ്ഞു. അടുത്ത മഹാപ്രളയം വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും തിരിച്ച് സൃഷ്ടി തുടങ്ങുമ്പോഴത്തേനും അദ്ദേഹത്തിനെല്ലാം തിരിച്ചുവിടും. അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മദേവന്റെ സൃഷ്ടി വരെയുള്ള എത്ര പ്രോസസ്സ് നടക്കാറുണ്ട്. ഈ കാലയളവ് കണക്കാക്കാൻ നമ്മളുടെ ജ്ഞാനത്തിന് നോളജിന് പറ്റുമോ? ഇല്ല. വിഷ്ണുവിന്റെ ആ ശ്വാസം വിടുന്ന കാലയളവ് കണക്കാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കുത്തിയിരുന്ന് നമ്മള് ഇട്ടിച്ച് എറിഞ്ഞ് ഓടുകയുള്ളൂ. നമ്മളുടെ പേപ്പറിലോ പേനായിലോ കാൽക്കുലേറ്ററിലോ ഒന്നും കൊള്ളുന്ന സംഖ്യകളൊന്നും അല്ലാതെ. നമ്മൾ പിന്നെ കുറെ ട്രില്യൺ ബില്യൺ
അങ്ങനത്തെയൊക്കെ കുറെ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ച് വിടാമെന്നല്ലാതെ, അതായത് നൂ 100 × 10⁻10 എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വലിയ കാലയളവ് ഇടാം. പക്ഷെ അതൊന്നും നമ്മളുടെ ഈ ഒരു ചിന്താഗതിയിലോ മനസ്സിലോ ഉൾക്കൊള്ളുന്ന ജ്ഞാനമല്ലാത്തത് കൊണ്ടും അത്രയും ബൃഹത്തായതുകൊണ്ടും നമ്മൾ അതിലേക്ക് പോകാതെ നമ്മൾ ഈ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതേപടി നമ്മൾ ഫോളോ ചെയ്യുക. അല്ലാതെ ഭഗവാന്റെ കാലയളവോ ഭഗവാന്റെ വലിപ്പമോ, ഭഗവാൻ 8 ഇഞ്ച് വലിപ്പത്തിൽ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നത് ആ 8 ഇഞ്ച് അളക്കാനോ പോകാതെ നമ്മൾ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങള് ഞാൻ എന്നൊന്ന് ഹൃദയം തുറന്ന് നോക്കാം, ഭഗവാൻ 8 ഇഞ്ചോ ഉണ്ടോ എന്നൊരു മീറ്റർ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾക്ക് മെഷർ ചെയ്ത് നോക്കാം. ഡോക്ടറോട് പറയാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണ്, അതിൻ്റെ അകത്ത് ഭഗവാൻ ഇരിപ്പുണ്ട്, അപ്പൊ അങ്ങനെ ആ 8 ഇഞ്ച് മെഷർ ചെയ്ത് നോക്കാമോ എന്ന് ചോദിച്ചു. നമ്മൾ എല്ലാവരും ഒരു ആർട്ടിക്കിൾ കണ്ടതാണല്ലോ, നടന്ന ഒരു സംഭവം അല്ലെ, ഒരു കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ, നിങ്ങളൊക്കെ കണ്ടല്ലേ അത്? ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളതാണ് അല്ലെ. ഒരു കുട്ടിയുടെ ആ ഹൃദയ ശസ്ത്രക്രിയ നടക്കുകയാണ്. അപ്പം 5 വയസ്സുള്ള കുട്ടിയെ കണ്ടാണ്. അപ്പൊ കുട്ടിക്ക് എല്ലാ ഡോക്ടർമാരും ഉപേക്ഷിച്ചിട്ട് ഈ പ്രഗത്ഭരായ ഈ ഡോക്ടറുടെ അടുത്ത് വന്നു. ഈ ഡോക്ടർക്ക് കാര്യം അത്ര, ഈ ഡോക്ടറുടെ കഴിവിൽ ഒരു പ്രത്യേകിച്ച് ഒരു അഹങ്കാരം ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. കാര്യം ഇദ്ദേഹം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ സക്സസ് ആണ് മിക്കവാറും എല്ലാം. ഇപ്പൊ ഒരു കൈപ്പുണ്യമുള്ള ഡോക്ടർ, എല്ലാവർക്കും നല്ലൊരു വിശ്വാസമൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ എന്തോ വലിയ പുള്ളിയാണെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ അതുപോലെ റൗണ്ട്സിന് വന്നു ഡോക്ടർ. റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടി പറയണം, അപ്പൊ ഈ കുട്ടിക്കും അറിയാം ഞാൻ മരിക്കും എന്നുള്ള കാര്യം. അമ്മയൊക്കെ എപ്പോഴും ഇരുന്ന് കരച്ചിൽ തന്നെയാണ്, കുട്ടിയുടെ അമ്മയൊക്കെ. ഇത്രയും വലിയ സർജറി ഒക്കെ നടത്തുകയാണ്, പൈസ ഒക്കെ ഇല്ല, മുഴുവൻ എല്ലാവരും കൂടെ സംഘടിപ്പിച്ചിട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുവാണ്. അവരുടെ വീടും പെരയുടെ എല്ലാം വിറ്റിട്ട് യാതൊരു പ്രതീക്ഷയില്ല. അപ്പം ഈ ബുദ്ധിമുട്ടുകളെല്ലാം കുട്ടിയും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടറെ ഞാൻ രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അത് സർജറി കഴിയാതെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളത്. നല്ല പ്രതീക്ഷയോട് കൂടിയൊക്കെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ബൂസ്റ്റിംഗ് കൊടുക്കുകയാണ് കുട്ടിയോട്. ഇങ്ങനെ പേടിയുണ്ട് ഓപ്പറേഷൻ. അപ്പൊ കുട്ടിക്ക് പറഞ്ഞു പേടിയൊന്നുമില്ല. എന്റെ അമ്മ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭഗവാൻ ഹൃദയത്തിലാണ്, എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്നല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ആ ഹൃദയം മുറിച്ച് നോക്കുമ്പോൾ ഭഗവാനെ കാണുമല്ലോ. അപ്പോഴത്തേക്കിനും എന്താണ് ഭഗവാനോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന്. അങ്ങനെ ആ കുട്ടിയുടെ രീതിയിൽ ആ ഒരു ഭഗവാനെ അവിടെ വെച്ചിട്ട് കാണാൻ സാധിക്കുമല്ലോ. അപ്പം ഭഗവാനോട് ഇതിനെപ്പറ്റി ഈ കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ്, എന്നെ രക്ഷപ്പെടുത്തുവോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ ബാലിശമായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു. കുട്ടിയുടെ ആ ഒരു നാവിൽ നിന്ന് വരുമ്പോൾ കേൾക്കാൻ ഒരു രസമുണ്ടല്ലോ. അപ്പൊ ഡോക്ടറും അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കാം, തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ കാണുമ്പോൾ എന്നെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ആ കുട്ടിയെ ആശ്വസിപ്പിക്കും. കാര്യം ഒരു തൂക്കുകയറിടാൻ നിൽക്കുന്ന ആരാച്ചാർ അന്ത്യാഭിലാഷം ചോദിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ഒരു ആരാച്ചാരായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഡോക്ടർക്ക് അറിയാം ഈ കുട്ടി മരിക്കുവുള്ളെന്ന്. അപ്പൊ അങ്ങനെ ഡോക്ടർ സർജറിക്ക് തയ്യാറാകുകയാണ്. പക്ഷെ മറ്റുള്ള ഓപ്പറേഷൻ ഒന്നും ചെയ്തപ്പോൾ ഡോക്ടർക്ക് ഉണ്ടാകാത്ത ഒരു ഭാവഭേദം അന്നുണ്ടായി. ഡോക്ടറുടെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. കാര്യം ഇത്രയും പൈസയാണ്, ലക്ഷങ്ങളാണ് അവർ കെട്ടിവെച്ചിരിക്കുന്നത്, അത് നഷ്ടപ്പെടുവാണ്. അവർ കിടപ്പാടമില്ലാതെ അവര് അവര് വഴിയാധാരാകും. ആകെപ്പാടെ ഒരു കുട്ടി. അപ്പം എന്താകും? അപ്പൊ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അല്ലെ, ഡോക്ടർ മെയിനായിട്ട് കാണിച്ചിരിക്കുന്ന എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ പോലെയാണ് അവരെന്നെ കാണുന്നത്. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയേയില്ല. അപ്പൊ ഈ കുട്ടി അതിന്റെ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞിരിക്കുന്നു, ഹൃദയം കീറുമ്പോൾ അവിടെ വെച്ചിട്ട് ഭഗവാനെ കാണുവാണ്. ഹൃദയം കീറുമ്പോൾ നല്ല, ഒരിക്കലും ഈ ഡോക്ടർ ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. എന്റെ കൈയുടെ ആ ഒരു കൈപ്പുണ്യം അല്ലെങ്കിൽ മേന്മ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വെച്ച സയൻസ് ശാസ്ത്രം ഇതുകൊണ്ടാണ്, എന്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം ഈ സക്സസ് ആയിരുന്നു മാത്രം വിചാരിച്ചിരുന്ന ആ ഡോക്ടർ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് എന്താ ഞാൻ മറുപടി കൊടുക്കും ഇതിന്റെ വീട്ടുകാർക്ക്? ഇങ്ങനെയുള്ള ചിന്തയായി ആദ്യമായിട്ട് കൈ വിറക്കാൻ തുടങ്ങി, വേർക്കാൻ, എയർ കണ്ടീഷനിൽ നിന്ന ഡോക്ടർ വേർക്കാൻ തുടങ്ങി. ഡോക്ടറുടെ അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ സർജറി എല്ലാം ചെയ്തു, അതെല്ലാം തുന്നിക്കെട്ടിയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞിട്ടും ഡോക്ടർ ഇങ്ങ് മാറിയിരുന്നു. ഡോക്ടർക്ക് ആകെ ഒരു വിഷമം. സാധാരണഗതിയിൽ ഡോക്ടർ വളരെ കൂളായിട്ട് അവിടുന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങി, സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി പോകുന്ന ഡോക്ടർ അവിടെ അങ്ങ് ഇരുന്നു പോയിട്ട് ഡോക്ടർ
ഇങ്ങനെ ഇരിക്കുവാണ്. എന്ത് ചെയ്യണം, എന്താ ഒന്നും ചിന്തിക്കാനോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, അതായത് കുട്ടി ജീവിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല, പൾസ് ഒന്നും വരുന്നൊന്നുമില്ല. അപ്പോഴത്തേനും പെട്ടെന്ന് ഡോക്ടർക്ക് ഈ കുട്ടി പറഞ്ഞ കാര്യം ഓർത്തു. ഹൃദയം കീറി കഴിയുമ്പോൾ അവിടെ ഭഗവാനെ ഉണ്ടെങ്കിൽ, അമ്മയെ അടക്കം പലരും പറയുന്ന ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, വീണ്ടും ഒന്നുകൂടെ ചെന്നിട്ട് ആ കീറി വെച്ചിരിക്കുന്ന ഹൃദയത്തിൽ അടുത്ത് ചെന്നിട്ട്, ഭഗവാൻ ഈ കുട്ടി പറഞ്ഞല്ലേ, ആ കുട്ടി പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഞാൻ നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഉണ്ടോ, എന്നിട്ട് ഈ ഡോക്ടർ ആദ്യമായിട്ട് മനം ഒരുക്കി പ്രാർത്ഥിച്ചു, ഭഗവാൻ എന്ന് പറയുന്ന ഒരു സത്യം ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ആദ്യമായിട്ട് ഡോക്ടർ ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചു. ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു സത്യം ഉണ്ടെങ്കിൽ ഹൃദയത്തിലുണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞു. ആ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എന്റെ കഴിവുകൾക്കോ എന്റെ ഇതിനൊന്നിനോ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അത് ഹൃദയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഹൃദയത്തിന്റെ ഇടിപ്പ് തിരിച്ചു കിട്ടണേ എന്ന് പറഞ്ഞ് ആ ഡോക്ടർ സർവ്വശരണാഗതി, ഗജേന്ദ്രനൊക്കെ പ്രാർത്ഥിച്ചതുപോലെ എന്താണ് ശരണാഗതി, രണ്ട് കൈ ഉയർത്തി നിന്നുള്ള ഒരു പ്രാർത്ഥന മാതിരി ഒരു പ്രാർത്ഥന എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഏതാനും നിമിഷങ്ങൾക്കകം കണ്ടത് എന്താണ്, പെട്ടെന്ന് ഈ ഹൃദയം അവിടെ കിടന്ന് ഇടിക്കാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ മറ്റേ ഇവരെല്ലാം കൃത്രിമ ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് നഴ്സുമാരും ബാക്കിയുള്ളവർ അറ്റൻഡേഴ്സ് എല്ലാം എത്തി. അപ്പം അതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ ആ ഹൃദയമെടുപ്പ് തുടങ്ങി, ആ കുട്ടി രക്ഷപ്പെട്ടു. അപ്പം ഇതാണ് പറയുന്നത് അല്ലെ. നമ്മളപ്പോ ആരെങ്കിലും ആചാര്യന്മാര്, വൈഷ്ണവ ആചാര്യന്മാര് പറഞ്ഞു, ഹൃദയത്തില് ഭഗവാൻ പരമാത്മാവായിട്ട് 8 ഇഞ്ച് വലുപ്പത്തിൽ ഇരിപ്പുണ്ട്. അപ്പൊ ആ നിമിഷം ഈ പറഞ്ഞ് ശരിയാണോ എന്നറിയാം, 8 ഇഞ്ച് നീളത്തിൽ എവിടെയാണ് ഇതിനകത്ത് ഭഗവാൻ ഇരിക്കുന്നത്, മെഷർ ചെയ്യാൻ പോകുന്നതാണോ തത്വം? നമ്മൾ ശരിക്കുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞ് വന്നത്. ഹൃദയത്തിൽ ഭഗവാൻ, ഇന്ന് രാവിലത്തെ ഭാഗവത്തിൽ ടോപ്പിക്കായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 8 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഭഗവാനെ അവിടെ മെഷർ ചെയ്യാണ്ട് പോവുകയാണോ? നമ്മൾ ഈ ബ്രഹ്മദേവന്റെ ആയുസ് കൂട്ടുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ബൃഹത്താണ് ബ്രഹ്മദേവന്റെ ആയുസ്. അപ്പൊ നമ്മൾ ഒരു ഈയാമ്പാറ്റയുടെ ആയുസല്ലേ ഉള്ളൂ നമുക്കുള്ളൂ. നമ്മൾ അതിനെന്തിനു അഹങ്കരിക്കണം? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, 8 ഇഞ്ച് നീളത്തിൽ പരമാത്മാവ് അവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ശാസ്ത്രങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിന് ചോദ്യം ചെയ്യാനോ ഹൃദയം തുറന്നു വെച്ചിട്ട് അതിനെ അളക്കാനോ അല്ല പോകേണ്ടത്. കാര്യം ഇതൊക്കെ അതീന്ദ്രിയമാണ് അല്ലെ. പരമാത്മാവൊക്കെ അതീന്ദ്രിയമാണ്, ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയാണ്. നമുക്കതിനെ ഹൃദയം തുറന്നാലൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് പ്രാണനുമായിട്ട് ചേർന്ന് വ്യാപിച്ച് കിടക്കുന്ന സംഭവങ്ങളാണ്. ശാസ്ത്രത്തിൽ 8 ഇഞ്ച് എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് മനുഷ്യന്റെ വലിപ്പിൽ ഓരോ മനുഷ്യന്റെയും ശരീരത്തിലുള്ള പരമാത്മാവിന്റെ വലിപ്പം 8 ഇഞ്ചാണെന്ന് പറയും. അപ്പൊ ആ 8 ഇഞ്ച് നമുക്ക് അളന്ന് കാണിക്കാനായിട്ട് സാധ്യമല്ല ഒരിക്കലും. കാര്യം ഭഗവാനെ പറ്റിയുള്ള നോളജ് എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. ഈവൻ ഭഗവാന്റെ സൃഷ്ടിയുള്ള ബ്രഹ്മദേവന്റെ ആയുസ് പോലും നമുക്ക് നേരെ ചൊവ്വേ നമുക്ക് പറയാനോ കണക്കാക്കാനോ അറിയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഭഗവാൻ എത്രയോ ബൃഹത്താണ്. ഭഗവാന്റെ ഒരു ശ്വാസ കാലയളവ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ ഭഗവാൻ പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരുടെയും ഇരിപ്പുണ്ട്. ആ 8 ഇഞ്ച് നമുക്ക് മെഷർ ചെയ്ത് കാണിക്കാൻ സാധ്യമാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നെ പോകാതെ നമ്മള് ഈ പറയുന്ന ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ തത്വവും ശാസ്ത്രവും ഭക്തിയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സംശയം ഈ വർഷത്തിന്റെ സംശയമല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല പറഞ്ഞു തരാനായിട്ട്. ബാക്കി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമുക്ക് ഓരോ പോയിന്റ് പറഞ്ഞിട്ട് ക്ലാസ് അവസാനിക്കും. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി, എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ മാതാജിയെ വിളിച്ചില്ല. പ്രഭു, ഞാനെന്തിനാ അങ്ങോട്ട് ചോദിക്കാനേ വരും. പ്രഭു, സാധാരണ ഒരു മനുഷ്യർക്ക് ഈ ഭഗവാനെ പറ്റി ഒന്നും അറിയാൻ പറ്റത്തില്ല. നല്ലപോലെ ബുദ്ധിയും അതുപോലെയുള്ള ചിന്തയും ചിന്തിച്ചെങ്കിൽ മാത്രമേ ഭഗവാനെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലേ പ്രഭു? നമ്മൾക്ക് സാധാരണ വ്യക്തി ആയാലും കുഴപ്പമില്ല, അവരുടെ മനസ്സില് ഇതുപോലെ തന്നെ അഹങ്കാരവും, വലിയ പണ്ഡിതരാണെന്ന് തോന്നിയ വ്യക്തികൾക്ക് അഹങ്കാരവും, അതുപോലെ ഞാൻ വലിയ ആളാണെന്ന്, ഇപ്പൊ നമ്മൾ ഈ ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു ദൈവവിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. അതുപോലെ തന്നെ സനൽകുമാര ഋഷികളുടെ കാര്യം നമ്മൾ പുരാണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര്
ഭയങ്കര ജ്ഞാനികളായിരുന്നു. അവരെപ്പോ ചെന്ന് വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാന്റെ കണ്ടു, ആ തുളസി ദളത്തിന്റെ സ്മെല്ല് ശ്വസിച്ചപ്പോൾ മുതലാണ് അവര് ബ്രഹ്മ അവബോധത്തിൽ നിന്ന് അവര് കൃഷ്ണാവബോധത്തിലേക്ക് വന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ജ്ഞാനം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല മാതാജി, ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമുക്ക് അതിന് പറ്റിയൊരു മനസ്സും ഒരു ഹൃദയവും കേൾക്കാനായിട്ടൊരു ചെവിയും, ഭഗവാനെ പറ്റി കേൾക്കാനായിട്ട് ഒരു ചെവി മാത്രം മതി. ഭഗവാനെ പറ്റി കേൾക്കാനൊരു ചെവിയും സ്മരിക്കാനായിട്ടൊരു മനസ്സും മാത്രം മതി. നമുക്ക് ഒരു PhD ആവശ്യമില്ല ഈ ജ്ഞാനം പഠിക്കാനായിട്ട്. ഈ മാത്തമാറ്റിക്സ് ചിലപ്പോൾ ഒരു പക്ഷെ മനസ്സിലായി. എന്തിനാ ഈ മാത്തമാറ്റിക്സ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ പറഞ്ഞ 4,32,000 വർഷം അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് കാര്യം? ഏത് പരീക്ഷ ജയിക്കാനാണ്? പക്ഷെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കൂ, അതുപോലെ ആചരിക്കൂ, പ്രവർത്തിക്കൂ, അതുപോലെ ജീവിക്കൂ. അത് മാത്രം പോരെ. പക്ഷെ സാധാരണ ജനങ്ങളെയൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. കാര്യം അവരൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടില്ല. അവര് വേറെ മായ തെളിയിക്കുന്ന വഴിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് വളരെ ഭാഗ്യവാന്മാരും ബുദ്ധി ഉള്ള ആൾക്കാരും. നമ്മൾ ഭൗതികതയിൽ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് മറ്റു പലരെയും കാണാറുണ്ട്. അവരൊന്നും ശരിക്കും ബുദ്ധിയുള്ളവരല്ല. ശരിക്കും കൃഷ്ണാവബോധത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് ശരിക്കും ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിട്ട് പറയപ്പെടുന്നത്. ശാസ്ത്രം അല്ലെങ്കിൽ ഭാഗവതം. ഏതാണ് ആ ശ്ലോകം? ഞാൻ പലപ്പോഴും പറയാറുള്ള ശ്ലോകമാണ്. ഏതാണ്? കൃഷ്ണവർണം തുഷാ അകൃഷ്ണം സാങ്കോപാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേർ യജന്തസി സുമേധസ. ഭാഗവതത്തിലെ ശ്ലോകമാണ്. കൃഷ്ണവർണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണന്റെ വർണ്ണത്തിൽ ഉള്ള ആളാണെന്ന്, നിറത്തിലുള്ള ആളാണെന്നല്ലോ അല്ല, കൃഷ്ണന്റെ ഗോത്രത്തിലുള്ള ആളാണ്. അതാരാണ്? കൃഷ്ണന്റെ ഗോത്രത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണൻ തന്നെയാണ്. ആരാണ് കൃഷ്ണൻ? അത് നമ്മൾ ആരാണെന്ന് കാണാൻ പോകുന്നുണ്ട് ഈ ശ്ലോകത്തിന്റെ അവസാനം. കൃഷ്ണവർണം തുഷാ ആകൃഷ്ണം. എന്നാൽ കണ്ടാലോ കൃഷ്ണന്റെ നിറത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നിറം ആകൃഷ്ണമാണ്. കറുത്തവനല്ല. എന്താണ്? സ്വർണവർണ്ണമാണ്. സാങ്കോ പാങ്കാസ്ത പാർഷദം. അദ്ദേഹത്തിന്റെ കൈകളിൽ എന്താണ്? അമ്പും വില്ലും അസ്ത്രമൊന്നുമില്ല, പക്ഷെ പാർഷദന്മാര് കൂടെയുണ്ട്. ഭഗവാൻ എല്ലാ അവതാരങ്ങളിലും പാർഷദന്മാരാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവതാരത്തിലും അദ്ദേഹത്തിനോട് പാർഷദന്മാരുണ്ട്. സാങ്കോ പാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേ. അദ്ദേഹം ഒരു യജ്ഞം വിഭാവനം ചെയ്തു. അതേതാണ്? സങ്കീർത്തന യജ്ഞമാണ് വിഭാവനം ചെയ്തത്. യജന്തസി സുമേധസ. കലിയുഗത്തിൽ ബുദ്ധിയുള്ള ആൾക്കാരെ അത് ഫോളോ ചെയ്യും. നമുക്ക് ഈ മാത്തമാറ്റിക്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സങ്കീർത്തന യജ്ഞം ഫോളോ ചെയ്താൽ മാത്രം മതി. നമ്മൾ എളുപ്പം ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. യജ്ഞേ സങ്കീർത്തനം, അത് നാമസങ്കീർത്തന യജ്ഞമാണ് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അത് മാത്രം ചെയ്താൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അതിനധികം ബുദ്ധി വേണ്ട അല്ലേ? പക്ഷെ ബുദ്ധിയുള്ളവര് എന്ത് ചെയ്യും? ഇത് ഫോളോ ചെയ്യും. ബാക്കി കലിയുഗത്തിലുള്ള ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്ന എന്താണ്? വളഞ്ഞു ചുറ്റി മൂക്കൽ ഇങ്ങനെ പിടിക്കുന്നവര് ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണല്ലേ ചെയ്യുന്നത്. എത്ര ജന്മം വേണ്ടി കൊടുക്കേണ്ടി വരും? നമ്മൾ പറഞ്ഞില്ലേ, ചാതുർവർണ്ണയം ഫോളോ ചെയ്യുവാണെങ്കിൽ ശൂദ്രരായിട്ടുള്ള ആൾക്കാര് അടുത്തത് വൈശ്യരായിട്ട് ജനിച്ച് പിന്നെ എന്താണ്? ക്ഷത്രിയരായിട്ട് വന്ന് ബ്രാഹ്മണരായിട്ട് വന്ന് ഇങ്ങനെ ഇത് ഫോളോ ചെയ്യേണ്ടി വരും. ഈ കറക്കത്തിൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മള് വളഞ്ഞ വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ ബുദ്ധിയുള്ള ആൾക്കാരെന്ന് നമ്മളെ വട്ടന്മാരെന്നും മന്ദബുദ്ധികളിൽ നിന്നൊക്കെ മറ്റു പലരും ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ശരിയായിട്ട് നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണ്, ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാര്യം ഭഗവാനെ പറ്റി ഉള്ള ഈ ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതും കൊണ്ട് തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെല്ലാം മായ പിടിച്ച് ഡ്രൈവ് ചെയ്യും. നമ്മളെ മായ പിടിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മായ നമ്മളെ വിട്ടുമാറും എന്നുള്ളത് ഉറപ്പാണ്. കാര്യം സത്സംഗമാണ് മായയുടെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് സത്സംഗത്തിൽ കയറാതിരിക്കാനായിട്ട് മായ നമ്മളെ പരമാവധി ശ്രമിപ്പിക്കും. ഇപ്പോഴത്തെ ജനസംഖ്യ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല എത്ര പേരെ മായ പിടിച്ച് വലിച്ച് താഴെ ഇട്ടു എന്ന് മനസ്സിലായില്ല. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് മായയെ എതിർക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം, നമ്മൾ എതിർത്താലൊന്നും അത്ര ശക്തിമത്താണ്. മമ മായ ദുരത്തിയ എന്നാണ് പറയുന്നത്. എന്റെ മായ അതീവ ഭയങ്കരിയാണെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് അല്ലെ. ഭയങ്കര ശക്തിമത്തായ ഒരു സ്ത്രീയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്റെ തന്നെ മായയാണ്, ഞാൻ തന്നെയാണ് ആ മായ സൃഷ്ടിച്ചത്. പക്ഷെ ആ മായ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്കായിട്ട് സമർപ്പിച്ചവർക്ക് ഈ മായ ബാധിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ എനിക്കായിട്ട് സമർപ്പിച്ച
എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്ന എന്താണ്? ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സമയം കണ്ടെത്തിയില്ലേ, ഇത്രയും പേര്. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ മൊബൈൽ കണ്ടോണ്ടിരുന്നതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരുന്നതിന് കിടന്ന് ഉറങ്ങിയേനെ. അപ്പൊ ഭഗവാനായിട്ട് ഇത്രയും സമയമെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു സത്സംഗത്തിൽ കയറി എന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിച്ച ആൾക്കാര് തീർച്ചയായിട്ടും ബുദ്ധിയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ മായ ബാധിക്കില്ല. അതാണ് കാര്യം. ബാക്കിയുള്ളവരെയൊക്കെ മായ ഭയങ്കരമായിട്ട് ബാധിച്ചു. കാര്യം നമ്മളെ മായ പരമാവധി പ്രേരിപ്പിക്കുന്നുണ്ടല്ലേ കയറാതിരിക്കാനായിട്ടല്ലേ, സമയമില്ലാതെ. നമുക്ക് കാണാം, വിലാസിനി മാതാജി ഒന്നും കാണുന്നേ ഇല്ല, എങ്ങനെയോ മായ പിടിച്ചു. ഞാൻ പലപ്പോഴും വിളിച്ച് മെസ്സേജ് അയച്ചതിനൊന്നും റിപ്ലൈ പോലും ഇല്ല. എനിക്കറിയില്ല എന്താ സംഭവിച്ചത്, ഇനി സുഖമില്ലാതെ കിടക്കുകയാണെന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ എത്രയോ പേര് ഇപ്പൊ ഇവിടുന്ന് വിട്ടുപോയല്ലേ. ഇന്ന് ഞാൻ ആ മാതാജിയെ കണ്ടില്ല. പക്ഷെ മാതാജിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ മാതാജിക്ക് ഒരു 100 ക്ലാസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പൊ കുറെ പേരെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ആരെങ്കിലും പ്രഭു ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഈ ക്ലാസ് നടത്താൻ പറ്റും. അതും ഇല്ലെങ്കിൽ എന്നെ മായ പൂർണ്ണമായിട്ട് വിഴുങ്ങിയെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഹരി ബോൾ. വരികയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി കേട്ടിരുന്നോ? അതോ മാതാജി ആരുമായിട്ടും വഴക്കൊന്നും ഉണ്ടാക്കിയില്ല എന്ന് തോന്നുന്നു. ഒച്ചയൊന്നും കേട്ടില്ല. ഹരേ കൃഷ്ണ മാതാജി. അതോ മാതാജി ഇല്ലയോ? ഭഗവാനെ പറ്റിയുള്ള അതീന്ദ്രിയ ജ്ഞാനം ആണ് പറഞ്ഞത്. മാതാജി കേട്ടിരുന്നോ ആവോ? എല്ലാം കേട്ടു, ഹരി ബോൾ. എല്ലാം കേട്ടു. മാതാജിക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനുണ്ടാവോ? പോയിന്റ് ഇത്തിരി ടഫാണ് പറയാൻ. ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ. ആ സൂര്യദേവനാണ് സൗരഗ്രഹ മണ്ഡലത്തെ ഭരിക്കുന്നത്. ഉം. ഇപ്പോഴത്തെ സൂര്യൻ വിവസ്വാനാകുന്നു. ആ ഈ സൗരഗ്രഹം ചൂടും വെളിച്ചവും നൽകി മറ്റ് ഗ്രഹങ്ങളെ ഭരിക്കുന്നു. ഉം. കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ചാണ് സൂര്യന്റെ ഈ ഭ്രമണം. ഉം. ഭഗവാൻ ഗീതശാസ്ത്രം ഉപദേശിച്ച വിവസ്വാനെ തന്റെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചു. ഭഗവത്ഗീത നിസ്സാരനായ ഒരു ഭൗതിക വിദ്യാർത്ഥിക്ക് വേണ്ടി ചമച്ചതാണ്. പ്രഭുജി. ഹരി ബോൾ. അതെ, നിസ്സാരനായിട്ടൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് അല്ല അല്ലേ? ഒരു അതായത് നിസ്സാരനായ ഒരു ഭൗതിക വിദ്യാർത്ഥിക്ക് വേണ്ടി ചമച്ച ഒരു കാര്യമല്ല ഊഹപ്രബന്ധം. ഭഗവത്ഗീത. അത് പറഞ്ഞു കൊടുത്ത ആളുടെ യോഗ്യതയും ഭഗവാൻ നോക്കിയല്ലേ. വിവസ്വാൻ അത്ര സാധാരണക്കാരനല്ല അല്ലെ. പറഞ്ഞു കൊടുത്ത വ്യക്തി അത്ര യോഗ്യതയായിട്ടുള്ള ഒരാളാണ്. കാര്യം അദ്ദേഹത്തിന് മാത്രമേ മറ്റുള്ളവർക്ക് അതും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര യോഗ്യതയുള്ള ആൾക്കാണ് അത് പറഞ്ഞു കൊടുത്തത് അല്ലേ. ആ അടുത്തത് ഇത് ഇനി അടുത്ത രാധികം. വിദ്യാർത്ഥിക്ക് ഒരു ഊഹപ്രബന്ധമല്ല. അങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഭഗവത്ഗീതയെ തെറ്റിദ്ധരിച്ചിട്ട് മറ്റു പല ഇതിൽ കൂടെ അതിൽ നിന്ന് വിട്ടുപോകുകയെ മാർഗമുള്ളൂ. അങ്ങനെ ഊഹാപോഹങ്ങളിൽ കൂടെ അല്ല മാറ്റേണ്ട, ശരിയായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് ജ്ഞാനം തന്നെ ഗ്രഹിക്കേണ്ടി വരും. ശിബി മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കാൻ സെലക്ട് ചെയ്ത രാജാക്കന്മാർ, കാരണം രാജാക്കന്മാർ ഈ പ്രജകളെയൊക്കെ ഈക്വൽ ആയിട്ട് കാണും. പിന്നെ രാജാക്കന്മാരുടെ കടമയാണ് ഇത് വിദ്യാഭ്യാസവും സംസ്കാരവും ഭക്തിയെല്ലാം പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഭഗവാൻ തെരഞ്ഞെടുത്തത് വിവസ്വാൻ എന്ന സൂര്യദേവനാണ്. സൂര്യദേവൻ എന്ന് പറഞ്ഞാൽ സ്വയം ക്ഷത്രിയൻ ഓൾറെഡി. പിന്നെ ക്ഷത്രിയന്മാരുടെ ആദ്യ പിതാവായതുകൊണ്ടും ഭഗവത്ഗീത വിവസ്വാന് കൊടുത്തു. വിവസ്വാൻ അടുത്ത രാജാക്കന്മാരുടെ മനുവിനും എല്ലായിട്ടും കൊടുക്കും. അപ്പൊ രാജാക്കന്മാരെ കൊണ്ട് നമ്മുടെ പ്രജകൾക്കും ഈക്വലായിട്ട് ലഭിക്കും. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ ആദ്യമായിട്ട് ഗീതാശാസ്ത്രം ഉപദേശിക്കാനായി ഇപ്പോഴത്തെ സൂര്യദേവനായ വിവസ്വാനെ തിരഞ്ഞെടുത്തു. ആ വിവസ്വാനാണ് മനുഷ്യവംശത്തിന്റെ പിതാവായ മനുവിന് പറഞ്ഞു കൊടുത്തു. മനു തന്റെ പുത്രനായ ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ആ ഇക്ഷ്വാകുവിന് ആ വംശത്തിലാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ വംശം വന്നത്. അങ്ങനെ ആ ഒരു മനുഷ്യ സമൂഹത്തില് ഈ ഭഗവത്ഗീത ഇപ്പോഴും നിലനിൽക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ആ പരമ്പര ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നീട് അത് അർജുനനായിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുൻപ് അർജുനനായിട്ട് ഭഗവാൻ പിന്നെയും ഗീതോപദേശം കൊടുത്തു. ഹരേ കൃഷ്ണ. ജതിദേവി മാതാജി. ഹരേ കൃഷ്ണ.
നാശരഹിതമായ ഈ യോഗത്തെ സൂര്യഭഗവാൻ ഉപദേശിച്ചു. സൂര്യഭഗവാൻ മനുവിനും മനു ഇക്ഷാകുവിനും ഉപദേശിച്ചു. സൂര്യഭഗവാനിൽ നിന്നും സമസ്ത ലോകത്തിനും പക്ഷഭേദമില്ലാതെ എല്ലായിടത്തും ലഭിക്കുമെന്നറിവ് ഭഗവാൻ ഗീതാശാസ്ത്രം ഉപദേശിക്കാനായി വ്യവസാനെ തന്റെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചു. അങ്ങനെ ഇക്ഷാകു മഹാരാജാവിന്റെ കാലം മുതൽക്കേ ഭഗവത്ഗീത മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരേ പോയിന്റ് തന്നെയാണ് അല്ലേ? ഏകദേശം ഓക്കെ. ഒരേ പോലെ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സംശയം ഒന്നും ഇല്ല. പിന്നെ സംശയം പറഞ്ഞു തരാനായിട്ട് അതീന്ദ്രിയജ്ഞാനമായതുകൊണ്ട് ഞാൻ യോഗ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നിങ്ങൾക്ക് അല്ലേ, ആരാണ് താഴോട്ട് വരുന്നതെന്ന് അറിയാമോ? ധ്രുവൻ അല്ല, ധ്രുവൻ ധ്രുവനല്ല. ധ്രുവനല്ല പ്രഭു. അല്ല. എന്താ കേട്ടില്ല പ്രഭു, എന്താ ചോദിച്ചു? എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആരാണ് താഴേക്ക് വരുന്നത്? പ്രഹ്ലാദ് മഹാരാജ്. പ്രഹ്ലാദ് പ്രഹ്ലാദ് മഹാരാജ്. മഹാരാജ്. പ്രഹ്ലാദ് മഹാരാജ്. അപ്പൊ ഭഗവാന് എന്താണ് 4 കൈകളുമായിട്ട് ഭഗവാൻ സ്വീകരിക്കുകയാണ് അല്ലെ. കുന്നിന്റെ മുകളിൽ നിന്ന് അച്ഛൻ വലിച്ചെറിയിപ്പിക്കുന്നതാണ്, സ്വന്തം അച്ഛൻ. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ഈ ഡ്രാമയുടെ സെലിബ്രേഷൻ ആയിട്ട് ഒരു നരസിംഹ മൂവി കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാര്യം ഇവിടെ ഒന്നും അതില്ലല്ലോ. നരസിംഹ മൂവി അവിടെ നമുക്ക് അവിടെ പ്ലേ ചെയ്യിച്ചു അവിടെ ഇന്നലെ. ഈ ഡ്രാമയുടെ ഈ സെലിബ്രേഷന് മുൻപേ ആയിട്ടാണ് ഇത് പ്ലേ ചെയ്തത്. അപ്പൊ ഞാൻ കണ്ടു. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഭയങ്കരമായിട്ട് ഞാനൊരു കാര്യം, അത് AI ടെക്നോളജി വെച്ചിട്ടാണ് കഥാപാത്രങ്ങളൊക്കെ. എന്നിരുന്നാൽ തന്നെയും ഞാൻ അവിടെ ഇരുന്ന് സ്റ്റക്കായി പോയി. ഞാൻ ഐസ് പോലെ ആയിപ്പോയി അവിടെ ഇരുന്നത് കണ്ട്. അവിടെ നനങ്ങാതെ ഒരേ ഇരിപ്പിൽ ഇരുന്ന് എന്റെ കാലും കൈയൊക്കെ ഞാൻ മരച്ചുപോയി. അതുപോലെ ഒരവസ്ഥ ഇന്നലെ എനിക്ക് ഉണ്ടാക്കി. അത് ഞാൻ ഓർക്കുകയായിരുന്നു കാര്യം. ഇപ്പം നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാനായിട്ട് ഈ ആ ആ ഒരു ഭക്തനെ ഭഗവാൻ ഏതെല്ലാം രീതിയിൽ എന്തായാലും പരമഭക്തനായതുകൊണ്ട് ആ ഭഗവാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതെല്ലാം സാഹചര്യങ്ങളിൽ അപ്പപ്പോ തന്നെ ഭഗവാൻ അവിടെ എത്തി എന്നുള്ളതല്ലേ. അപ്പൊ നമുക്കും അതുപോലെ തന്നെ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ആ ശരണാഗതിയിൽ നമ്മൾ എത്തിച്ചേരണം. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇതാരെങ്കിലും പറയുന്ന കെട്ടുകഥകളാണെന്ന് പലർക്കും നമ്മൾ കൃഷ്ണാനുഭവത്തിൽ പുരോഗതി പ്രാപിച്ചു തന്നെ പലർക്കും ഉണ്ടാവും. ഈ ഭഗവാനൊന്നും നമുക്ക് വേണ്ടി ചെയ്യത്തില്ല, നമ്മളെ തഴഞ്ഞിട്ടിരിക്കുകയാണെന്നൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ആ ഒരു ശരണാഗതിയുടെ ലെവലിലേക്ക് എത്താത്തത് കൊണ്ടാണത്. പിന്നെ എപ്പോഴും ഭഗവാന്റെ കൃപ നമ്മളിൽ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും ഒരേപോലെ ഉണ്ടാകും. ഭഗവാൻ ഇതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ മക്കളാണ്. ഒരു നല്ല പ്രവൃത്തി ചെയ്തവരും മോശം പ്രവൃത്തി ചെയ്തവരും എല്ലാവരിലും ഒരുപോലെ ഉണ്ടാകും. പക്ഷെ ഭഗവാന്റെ ഭക്തരോട് കുറച്ച് വാത്സല്യം കൂടുതലായിരിക്കുമെന്നും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഭക്തന്റെ ലെവലിലേക്കും ശരണാഗതിയിലേക്കും നമ്മൾ 2 കൈയും ദ്രൗപദിയെ പോലെ ഉയർത്തുന്നില്ല. നമുക്ക് എവിടുന്നേലുമൊക്കെ ഉണ്ട് അല്ലെ, നമ്മൾ കഷ്ടത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൈ ഉയർത്താൻ നമുക്ക് മടിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളുടെ കഴിവും പ്രവൃത്തിയും ഇന്ദ്രിയങ്ങളെ കൊണ്ടോ നമ്മളുടെ ബുദ്ധിയും മനസ്സുകൊണ്ടോ ഒന്നും സാധിക്കാതെ വരുന്ന ആ ഒരു കേസിൽ നമ്മൾ ഇതിനെ എല്ലാം ഉപേക്ഷിച്ച്, അതാണല്ലോ സന്യാസ 18ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, സർവധർമാൻ പരിത്യജ്യ. ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ മാത്രമേ ഭഗവാൻ നമ്മളെ ഉയർത്തുള്ളൂ. അല്ലെങ്കിൽ ഭഗവാന്റെ നമ്മൾ ക്രൂരമ്മ അല്ലെങ്കിൽ യശോദാമ്മ അല്ലെങ്കിൽ പൂന്താനം ആ ഒരു സ്റ്റേജിലേക്ക് വന്നാൽ കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഭഗവാന്റെ വേറൊരു ഭക്തനായ മേൽപ്പത്തൂരിന് എന്തായിരുന്നു സംഭവിച്ചത്? മേൽപ്പത്തൂർ വാതരോഗം മാറ്റാനുണ്ടാണ് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പം അല്ലാതെ മോക്ഷം കിട്ടാനോ വേറൊന്നിനും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് മേൽപ്പത്തൂരിന് വീണ്ടും ജന്മം എടുക്കേണ്ടി വന്നിട്ടുള്ളതായിട്ടാണ് കേട്ടിട്ടുള്ളത്. കാര്യം വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓരോ ശ്ലോകത്തിന്റെ അവസാനം എന്റെ വാതരോഗം മാറ്റണേ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ. ഭൗതികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു ഭഗവാനെ. അപ്പം നമ്മള് ഒരു ശരണാഗതി ലെവലിൽ, സറണ്ടർ ലെവലിൽ നമ്മൾ എത്തണമെങ്കിൽ അത് പ്രാക്ടീസ്, നമ്മൾ ഭഗവാനെ പറ്റിയുള്ള അറിവ് കൂടുതലുണ്ടാകണം. ഈ അതീന്ദ്രിയ ജ്ഞാനം നമ്മൾ കിട്ടിക്കഴിഞ്ഞ് 18ാമത്തെ അധ്യായം ചൊല്ലി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ശരിയായി പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ സറണ്ടർ ഉണ്ടാകും. ഇത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും 18ാമത്തെ അധ്യായത്തിലെ 18-66ാമത്തെ ശ്ലോകം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ അതീന്ദ്രിയ ജ്ഞാനം തൊട്ടെങ്കിലും നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ഭഗവത്ഗീത പഠിച്ച് മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ. വഞ്ചകൽപതരുപശ്ച കൃപാസന്ധിഭേവച്ച പദാന്നം പാവനീക വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ത് കീ ജായ്. ഒരു വൈഷ്ണവ ഗീതം ചൊല്ലട്ടെ പ്രഭു? ശരിയേ, മാതാജി ചൊല്ലിക്കോ.
സമയമുണ്ടെങ്കിൽ ചൊല്ലാം, അല്ലെങ്കിൽ ആ ഉണ്ട്, മാതാജി ജപിച്ചോ. ഇത് തിരക്കുള്ളവർക്ക് ആർക്കെങ്കിലും പോകാം, മാതാജി ജപിച്ചോളൂ. ഞാൻ ഇടയ്ക്കൊക്കെ ഇപ്പൊ ഇത് പറയാറില്ല, കാര്യം പല തിരക്കുകളും പിന്നെ ഞാൻ വിട്ടുപോകാറുമുണ്ട്. നമുക്കൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു ഇത്. മുരളി മുരളി പ്രഭു പഠിപ്പിച്ചു തന്നത് അത് ചൊല്ലാം. ഹരേ കൃഷ്ണ. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി ധാമ രതന മന്ദിര മനോഹര. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി ധാമ രതന മന്ദിര മനോഹര. ആഭൃത കാളിന്തി തീരെ രാജഹംസ കേളികരെ താഹേ ശോഭെ കനക കമലം. താരമധ്യേ ഹേമപീത അഷ്ടദളേ വേഷ്ടിത അഷ്ടദളേ പ്രധാന നായിക. താരമധ്യേ രത്നാസനെ ബസിയാ ജേന്ദുയീജനെ ശ്യാമ സംഗേ സുന്ദരി രാധിക. ഒരു പലാവണ്യരാശി അമിയ പരിചേ ഖാസി ഹാസ്യ പരിഹാസ്യ സംഭാഷണേ. നരോത്തമ ദാസ കോയി നിത്യ ലീല സുഖ മോയി സദായി സ്ഫുരക മോര മാനേ. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി ധാമ രതന മന്ദിര മനോഹര. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നന്നായിരുന്നു മാതാജി. ഇത് നമ്മളെ വൈഷ്ണവഗീതത്തിൽ ഉള്ളതാണ്. അപ്പൊ ഇവിടെ മിക്കവാറും ആ നന്നായിട്ട് പാടാൻ അറിയാവുന്നവരൊക്കെ പാടാറുണ്ട്, കുട്ടികളും മാതാജിമാരും. വൈഷ്ണവഗീതത്തിലുള്ളതാണ്. അതെ അതെ മുരളി പ്രഭു ഇപ്പൊ എല്ലാ ഒരു ആഴ്ചയിൽ 2 വ്യാഴാഴ്ച കീർത്തനം ക്ലാസ് ഉണ്ട്. അതാണ് അതെ അതെ. ധന്യമാതാജി അതിൽ നമുക്ക് പറയാറുണ്ട്. കീർത്തനമൊക്കെ പഠിപ്പിച്ചു തരും. ഹരേ കൃഷ്ണ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ ചൊല്ലുന്ന പ്രഭു അതിന് നന്നായി. അനുവാദം തന്നു. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇവിടെ വൈഷ്ണവി ജയപാൽ പ്രഭുവിന്റെ മോൾ ഇത് പാടാറുണ്ട്. നന്നായി ചൊല്ലും അല്ലേ? നന്നായിട്ട്. ഹരേ കൃഷ്ണ. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അത് കേൾക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു.